തുടങ്ങാം. ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വാം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10 സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ 5th ചാപ്റ്ററിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സംസ്കാരവും ദേശീയതയും. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച എന്താണ്, അതായത് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് വന്നിരുന്നത് എന്തുവാണ്, നമ്മുടെ ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം കുറേ ഭൂനികുതി വ്യവസ്ഥകൾ പറഞ്ഞു, അത് കഴിഞ്ഞ് കലാപങ്ങൾ പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു. നീലം കലാപം ഉണ്ടായിരുന്നു, മാപ്പിള കലാപങ്ങൾ, സാന്താൾ കലാപം, കുറിച്യ കലാപം, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ, നടന്ന വർഷം, അങ്ങനെയുള്ളത്. പിന്നെ ഇവരുടെ വ്യവസ്ഥകൾ മൂലം എന്ത് ചെയ്യുന്നു, ഗ്രാമീണ മേഖല തകരുന്നത് എങ്ങനെ തകർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ വ്യാവസായിക തൊഴിലാളികൾക്കിടയിൽ ദാരിദ്ര്യം എങ്ങനെയാണ് കടന്നു വന്നത്, അല്ലെങ്കിൽ അവർ ദരിദ്രരാവാനുള്ള കാരണം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ 1857 കലാപത്തെ പറ്റി പറഞ്ഞു. ആ സമയത്തുള്ള നേതാക്കളുടെ കാര്യം പറഞ്ഞു. അവർ ഏതൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായും അവരുടെ നേതൃത്വം അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകിയത്, കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരും അവരുടെ ഏത് സ്ഥലങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. പിന്നെ സ്വദേശി പ്രസ്ഥാനം, സ്വദേശത്തുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പ്രയോറിറ്റിയും പുറത്തുനിന്ന് ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളെല്ലാം ബഹിഷ്കരിക്കുക, ആ ഒരു നയത്തെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ദേശീയത എന്ന് പറയുന്നതും. ഓക്കെ, അതങ്ങനെയാണ് നമ്മൾ ആ ചാപ്റ്റർ പറഞ്ഞ് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ പറയുന്ന ദേശീയത കുറേ കൂടെ എന്ത് ചെയ്യുന്നു, വലുതാവുന്നു. ഈ പറഞ്ഞ ബ്രിട്ടീഷ് ചൂഷണം മൂലം നമുക്കൊരു നമ്മുടെ ദേശീയത ഉണർന്നല്ലോ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ. ഇനി അത് കുറേ കൂടെ എങ്ങനെ ഡെവലപ്പായി എന്നുള്ളതൊക്കെയാണ് ഇനി ഈ ചാപ്റ്റർ പറയാൻ പോകുന്നത്. നമ്മൾ വായിച്ചു നോക്കാം. സംസ്കാരവും ദേശീയതയും. ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു, ആർക്കും കാണാൻ വിരോധമില്ല. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഇന്ത്യയിലുള്ളവരെല്ലാം വ്യത്യസ്തരാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഷയുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. ബംഗാളികൾ, മഹാരാഷ്ട്ര, ഗുജറാത്തികൾ, തമിഴർ, ആന്ധ്രാപ്രദേശുകാർ, ഒറിയക്കാർ, സിന്ധികൾ, പഞ്ചാബികൾ, ആസാംകാർ, കർണാടകക്കാർ, മലയാളികൾ, പഠാണികൾ, കാശ്മീരികൾ, രജപുത്രർ, ഹിന്ദുസ്ഥാനി ഭാഷക്കാരായ വമ്പിച്ച മധ്യദേശക്കാർ, ഇവരെല്ലാം അനേകം നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രത്യേകമായ വ്യത്യസ്ത ധർമ്മങ്ങൾ പുലർത്തിപ്പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം എവിടെ ഉള്ളതാണ്, ഇന്ത്യയിലുള്ളവരാണ്. അവരവരുടേതായ കർമ്മങ്ങളും ധർമ്മങ്ങളും പുലർത്തിക്കൊണ്ട് വരുന്നവരുമാണ്. പല കഥകളിലും രേഖകളിലും പറഞ്ഞിട്ടുള്ള അതേ ഗുണദോഷങ്ങൾ ഇന്നും അവരിലുണ്ട്. എന്നിട്ടും ഈ യുഗാന്തരങ്ങളിൽ അവർ ദേശീയമായി ഒരേ പൈതൃകത്തോടും മാനസികവും ധാർമ്മികവുമായി ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങളോടും കൂടി ഭാരതീയരായി തന്നെ ഇരുന്നു. അതായത് ഇവരെല്ലാം ഡിഫറൻ്റ് ആണ്. അവരുടെ ഭാഷ വെച്ചായാലും അവരുടെ സംസ്കാരം വെച്ചിട്ടായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചിട്ടായാലും അവർ ഡിഫറൻ്റ് ആണ്. പക്ഷേ അവരെല്ലാം ഒന്നിച്ചു നിർത്തുന്ന ഒരു ബോധം എന്ന് പറയുന്നത് അത് ഈ ദേശീയതയാണ്, ഭാരതീയരാണ് എന്നുള്ളതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ജീവത്തും ചൈതന്യപൂർണവുമായ എന്തോ ഒന്ന് ഈ പൈതൃകത്തിൽ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട മനോഗതിയും ജീവിത രീതികളും അത് പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എന്തുവാണ്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട മനോഗതിയിലും ജീവിത രീതികളിലും അത് പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്, നമ്മുടെ പൈതൃകത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുള്ള വെറും ഒരു സങ്കല്പം മാത്രമല്ല. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം, പറയുന്ന ആള് ജവഹർലാൽ നെഹ്റു ആണ്. എന്താ പറയുന്നത്, ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വേറൊരു സങ്കല്പം മാത്രമല്ല. ഇനിമേൽ ബുദ്ധിയുടെ വേറൊരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ചടിപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരനുഭവമാണ്. ഏകത്വത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. അതായത് നമ്മൾ ഒന്നിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അവിടെ മറാഠാക്കാരെന്നോ തമിഴരെന്നോ മലയാളികളെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലായിരുന്നു. എല്ലാവരുടെയും ശത്രു അല്ലെങ്കിൽ എല്ലാവരും പോരാടുന്നത് ആർക്കെതിരെയായിരുന്നു, ബ്രിട്ടീഷിന് വേണ്ടി എതിരെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ദൃഢമായ അല്ലെങ്കിൽ ബലിഷ്ഠമായ ഒരു ഏകത്വമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്.
ഓക്കെ. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തു നിന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്താണ്? വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിൻ്റെ വരികൾ വെളിപ്പെടുത്തുന്നത്. ഈ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഏകത്വം, യൂണിറ്റി, നമ്മൾ എന്തോ പറയുമല്ലോ, അതിന് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും എന്താണ്, ഭാരതീയരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്നുള്ള ഒരു ഏകത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം ഈ ഏകത്വമാണ്. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് രൂപപ്പെട്ടത്, ദേശീയത രൂപപ്പെട്ടത്. ദേശീയതയ്ക്കുള്ള കുറച്ച് കാരണങ്ങൾ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. എന്താണ്? ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി നയങ്ങൾ, അവരുടെ ചൂഷണം, പീഡനം, അതെല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉള്ളവരായി തീരുന്നു. അപ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ എന്താകുന്നു? ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഭാരതീയർ എന്നുള്ള ഒരു ദേശീയത അല്ലെങ്കിൽ ആ ഒരു ബോധം നമുക്കുണ്ടാവുന്നു. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, പ്രദേശമില്ല. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആള് അപ്പുറത്തെ പ്രദേശത്ത് താമസിക്കുന്ന, അങ്ങനെ ഒരു വേർതിരിവില്ല. ജാതിയുടെ പേരിൽ ഒരു വേർതിരിവില്ല, മതത്തിന്റെ പേരിലും വേർതിരിവില്ല, വർഗത്തിന്റെ പേരിൽ ഒരു വേർതിരിവുമില്ലാത്ത മാനസിക അവസ്ഥയാണ് ആ മാനസിക ഐക്യത്തെയാണ് നമ്മൾ ദേശീയത എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തിയത് എങ്ങനെയെന്ന് മുൻ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മളത് പഠിച്ചതാണ്. അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധത്തെ ശക്തമാക്കി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ദേശീയബോധം ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു. പിന്നീട് ആ ദേശീയതയെ ഊട്ടി ഉറപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? ഈ സാമൂഹികവും സാംസ്കാരികമായ രംഗങ്ങളിൽ വന്ന മാറ്റങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ദേശീയതയെ രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ എന്തിലെ ശക്തിപ്പെടുത്തിയ? ദേശീയതയെ ശക്തിപ്പെടുത്തിയ ഘടകങ്ങൾ, അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലത്തിലും 2 തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലത്തിലും വന്നിട്ടുണ്ട്? 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. എന്തൊക്കെയായിരുന്നു അത്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യൻ സമൂഹം എല്ലാവർക്കും ഈക്വലായിട്ട് പ്രയോറിറ്റി കൊടുത്തൊരു സമൂഹം ആയിരുന്നോ? അല്ല. അവിടെ പലതരത്തിലുള്ള അസമത്വങ്ങളും ഉണ്ടായിരുന്നു. ജാതിയുടെ പേരിലുണ്ടായിരുന്നു. ഓക്കെ, മെയിനായിട്ട് ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തിന്മകളെന്ന് പറയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു സ്പിരിച്വാലിറ്റി പറയുന്ന ഒരു ഇതാണ്. എന്തെങ്കിലും ചെയ്യുന്നതിലും ശിക്ഷകൾ നടപ്പാക്കുന്നതിലും അതിലെല്ലാം ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി പറഞ്ഞ് അങ്ങനെ ഒരു ഇതെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അവകാശ നിഷേധങ്ങൾ, അതായത് ഈ പറയുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലെ അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ജന്മിമാർക്ക് ഇപ്പോൾ ഭൂമിയുടെ കേസിലായാലും ജന്മിമാർക്ക് പൂർണ്ണ അവകാശം ജന്മിമാർക്കായിരുന്നു. കുടിയാന്മാർക്ക് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അതിൽ അവകാശമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ആ അസമത്വങ്ങൾക്ക് എതിരായ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. അപ്പോൾ 2 തരം പ്രതിഷേധങ്ങളാണ് നിലനിന്നിരുന്നത്. ഒന്ന് നമ്മുടെ കോമൺ എനിമി, അതാരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അവരോടുള്ള, അതാണ് ഈ പറയുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായ പ്രതിഷേധങ്ങൾ. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അതിനും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിലനിന്നിരുന്നു. ഏത് സമയത്താണ്? 19-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് പറ്റിയെന്ന് നോക്കാം. ഇങ്ങനെ അസമത്വങ്ങൾ നിലനിന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല,
തുടങ്ങിയ വിവിധ മേഖലകളിൽ എന്ത് ചെയ്തു? സ്വാധീനം ചെലുത്തി. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായുള്ള ഇടപെടലുകളും പ്രതിഷേധങ്ങളും. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിൽ ഇങ്ങനെ ഒരു അസമത്വം നിലനിൽക്കുവാണ്, അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അത് അവിടെ മാത്രം നിൽക്കുകയല്ല, ഒരു സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നു, ആ പ്രതിഷേധത്തെ പറ്റി വർത്തമാന പത്രങ്ങൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ സാമൂഹിക ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എല്ലാം അറിയുന്നുണ്ട്. എല്ലാവരും എങ്ങോട്ട് ആ ഒരു കാര്യം ഒരു സ്ഥലത്ത് നടക്കുന്നത് എല്ലായിടത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എത്തുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം വരുത്തുന്നുണ്ട്. അതായത് ഇപ്പം ഈ സ്കൂളുകളിലുള്ള പ്രവേശനത്തിൻ്റെ കാര്യം എടുത്താലും എല്ലാവർക്കും എന്തില്ല? പ്രവേശനം ഇല്ലായിരുന്നു ഒരു സമയത്ത്. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഇതില്ല, അല്ലെങ്കിൽ തന്നെ ഉയർന്ന കുലജാതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. അതും ഇവിടെ വീട്ടിൽ ഇരുന്ന് പഠിച്ചോണം, സ്കൂളിൽ പോകാനുള്ള ഇതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനെതിരെ എല്ലാം എന്ത് വരുന്നു? ഒരു ഫീൽഡിൽ പ്രതിഷേധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും പ്രതിഷേധം തുടങ്ങുന്നത്. ഇപ്പോൾ ഭൂമിക്ക് അവകാശം കർഷകർ വേണമെന്നും പറഞ്ഞ് പ്രതിഷേധം തുടങ്ങുന്നു. അപ്പോൾ ഭൂമിയിൽ അവകാശം വേണമെങ്കിൽ അതേപോലെ തന്നെയുള്ള ബാക്കി പബ്ലിക്കായിട്ടുള്ള സ്ഥാപനങ്ങളിലും അവർക്ക് എന്ത് വേണം? അവർക്ക് വോയിസ് ഉള്ള രീതിക്ക് വേണം. മീൻസ് അവർക്കും അതിൽ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള രീതിക്ക് എല്ലാ മേഖലയിലേക്കും എന്ത് ചെയ്യും? ഇത് വ്യാപിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇവരുടെ ഇടപെടലുകൾ, ഈ പ്രതിഷേധം മൂലമുണ്ടായ ആശയപരമായിട്ടുള്ള ഇടപെടലുകളെല്ലാം പല മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഈ മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യത്തിലും കലയിലും എല്ലാം എന്ത് കാണാം നമുക്ക്? ഈ ദേശീയതയെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണെന്ന്. അതെല്ലാമാണ് ഇന്ത്യൻ ദേശീയതയെ കുറെ കൂടെ ശക്തിപ്പെടുത്തിയെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി കോളനി ഭരണവും ദേശീയതയും, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ കോളനി ഭരണവും ദേശീയത എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. അപ്പോൾ എന്തറിയണം? ഇവരുടെ ജീവിതം എങ്ങനെയാണ്, ഇന്ത്യക്കാരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ സംസ്കാരം എങ്ങനെയാണ്, അതിനെപ്പറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ മേൽ അധികാരം ഏറ്റെടുത്ത് അവരെ എന്ത് ചെയ്യാൻ പറ്റൂ? ഭരിക്കാൻ കഴിയത്തുള്ളൂ. ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. കാര്യം എന്താണ്? നമുക്കിപ്പോൾ ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഹെഡാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഗ്രൂപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണ്? ഇവർക്കൊരു പണി കൊടുത്താൽ കുറേ പേര് പണി ചെയ്യുന്നവർ കാണും, കുറേ പേര് കറങ്ങി നടക്കുന്നവർ കാണും, പണിയൊന്നും ചെയ്യാത്തവർ കാണും. അങ്ങനെയുള്ള എല്ലാവരെയും പറ്റിയും നമ്മൾ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? അവർക്കൊരു പണി കൊടുക്കാൻ. മീൻസ് ജോലി എന്നുള്ള മീനിങ് ആണ്, ഒരു ജോലി കൊടുക്കാൻ. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വർക്കാവുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അപ്പം അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതാണ് ബ്രിട്ടീഷുകാർ ആദ്യം കരുതിയത്. അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ പറ്റി, നമ്മുടെ ഈ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും പറ്റി നന്നായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. അവർ ചുമ്മയല്ല ഈ പറയുന്ന സംസ്കൃതത്തിലും പേർഷ്യനിലും ഉള്ള കൃതിയൊക്കെ വായിച്ച് എന്ത് ചെയ്തത്? അവരുടെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയത്. അവർക്ക് ഈ കൃതികളിൽ എന്താണ് ഇന്ത്യയെ പറ്റി എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ഇന്ത്യയുടെ കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ സംസ്കാരം എന്താണ്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഇവരെന്തൊക്കെ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, ഇവരുടെ മെയിനായിട്ട് കരകൗശലമായിട്ട് വല്ല ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ആരാധനാലയങ്ങൾ എങ്ങനത്തെയാണ്, ഏതൊക്കെ റിലീജിയൻസ് ആണ് ഇവിടെ ഉള്ളത്, അതെല്ലാം മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? നമ്മളുടെ ഇന്ത്യയിൽ രചിച്ച കൃതികൾ എന്ത് ചെയ്യും? ഇവരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ ഈ കൃതികളൊക്കെ എന്ത് ചെയ്തത്? പരിഭാഷപ്പെടുത്തിയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്ത്യയെ പറ്റി എന്ത് ചെയ്യുന്നു? കൂടുതൽ അറിവ് നേടി. നമ്മളിപ്പം നമുക്കൊരു കാര്യത്തെപ്പറ്റി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക, അതിനെപ്പറ്റി എന്ത് ചെയ്യുക? വായിച്ച് കണ്ടെത്തുക. നമ്മൾ വായിക്കും തോറും എന്ത് ചെയ്യും? ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതിനകത്ത് ഒരു ലൂപ്പ് ഹോളും ഉണ്ടാവരുത്. ഓക്കെ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കേസിലായാലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ വെറുതെ വൺ വേർഡ് കാണാതെ പഠിക്കുകയല്ല, നമ്മൾ ആ കോൺസെപ്റ്റ് കാര്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പം നമ്മൾ പഠിക്കുന്ന കോളനി ഭരണവും ദേശീയതയെന്നാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിപ്പോൾ വായിക്കുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് കുറച്ച് കഥ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് 10th ലെവൽ ബുക്കാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള കഥയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് വേണം? ഇതിനകത്ത് നമുക്ക് എവിടെയൊക്കെയാണോ
സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോയി കൂടുതൽ വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വായിച്ചാലേ നമുക്ക് അവിടെ എന്താണ് നടന്നതെന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവർ ഏതൊക്കെ കൃതികൾ പേർഷ്യനിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം, സംസ്കൃതത്തിൽ ഏതൊക്കെ കൃതികൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാവുന്ന കേസുകളേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ പഠനങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എന്താണ്, കൂടുതൽ പഠനങ്ങൾക്കും, അതായത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണം, പരിശീലനവും നൽകണം. എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്ത് എടുത്തിട്ട് അത് മനസ്സിലാക്കി എടുത്തിട്ട് വേണം അവർക്ക് വേണ്ട പരിശീലനം നടക്കുക. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞാൽ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവയിൽ ചിലതിനെ പരിചയപ്പെടാം. അതിലുള്ളതാണ് സ്ഥാപനങ്ങൾ എഴുതിയേക്കുന്നത്. ആരൊക്കെയാണ് അതിൻ്റെ സ്ഥാപകർ എന്നുള്ളതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞൊരെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. വില്യം ജോൺസ് ആണ് അതിൻ്റെ സ്ഥാപകൻ. പിന്നെ കൽക്കട്ട മദ്രസ അതെന്തുവാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ് അതിൻ്റെ സ്ഥാപകൻ. ബനാറസ് സംസ്കൃത കോളേജ് എവിടെയാണ്, ജോ നാഥൻ ഡങ്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഈ പറയുന്ന എന്തുവാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എവിടെ ഇന്ത്യയിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. എന്തിനു വേണ്ടി, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്, അതുപോലെ കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിംഗ്, അതുപോലെ ബനാറസ് സംസ്കൃത കോളേജ്, ജോനാഥൻ ഡങ്കൻ. ഓക്കെ അല്ലേടെ, ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. കാര്യം ഇത് മറ്റേ എന്തുവാണ്, ബ്രിട്ടീഷ് മീൻസ് കുറേ വരുമല്ലോ അങ്ങനെയൊക്കെ, മീൻസ് എന്തോ പറയുന്നതിനകത്ത് നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ അഡ്മിറൽ ജനറൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ് വെച്ച് പറയുമല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ വരുന്നവരായിരിക്കും ഇവരൊക്കെ. അപ്പോൾ നമുക്ക് ആ സെക്ഷൻ എങ്ങാനും വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, അഡീഷണൽ ഉള്ള റീഡിങ്ങിന് വേറെ നോക്കണോ, ഇതിനെ പറ്റി കാണും, നമുക്ക് വായിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ നോക്കണ്ട. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താണ്, അവർ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളും കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത കോളേജും ഒക്കെ ഇവരെന്തോ ഉണ്ടാക്കി. എന്നിട്ടും എന്ത് പറ്റുന്നില്ല, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്തു, ഇതിലൂടെ മാത്രം പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. അപ്പോൾ എന്ത് പറ്റി, വ്യാപാരം വളർച്ചയ്ക്കായിട്ട് ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് കൂടി എന്ത് ചെയ്യണം, ഈ പറയുന്ന ബ്രിട്ടൻ ഇടപെടണം എന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. അപ്പോൾ വ്യാപാരം കൂടെ ഇവിടെ എന്താക്കണം, ബെറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് കൂടി ഇടപെടണം. ജനപിന്തുണ ഇല്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടൻ എന്ത് ചെയ്തു, മനസ്സിലാക്കി. അവിടെ എന്ത് വേണം, ഇവിടെ ജനപിന്തുണ ഉണ്ടെങ്കിലേ, അതിപ്പോൾ എവിടെ ആയാലും അങ്ങനെയല്ലേ, ജനപിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലും നടത്താൻ പറ്റത്തുള്ളൂ. ജനങ്ങളെല്ലാം എതിരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഒരു പദ്ധതി നമുക്ക് നടത്താൻ പറ്റത്തില്ല. അതുപോലാണ്. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ഇന്ത്യക്കാരെ സ്വന്തം നമ്മുടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അവരെ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരെ കൂടെ നമ്മുടെ അണ്ടറിലാക്കണം. ഓക്കെ, അതിനു വേണ്ടിയാണ് അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. വെറുതെ എല്ലാവരും എന്ത് ചെയ്തത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. ഇതാണ് കാരണം. അവരിവിടെ വിദ്യാഭ്യാസ സെക്ഷനിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളൊക്കെ ഉണ്ടാക്കിയിട്ടും വലിയ ചേഞ്ച് കാണുന്നില്ല. സോ എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഈ ഇവരുടെ സാമൂഹിക രംഗത്തൂടെയൊക്കെ ഇടപെടണമെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും എന്ത് ചെയ്യണം, ഇന്ത്യൻ ജനതയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയെങ്കിലും നമുക്ക് വേണം. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പാക്കുകയാണ് ചെയ്തത്. എന്താണ് എഴുതി വെച്ചേക്കുന്നത്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മെക്കാളെ പ്രഭു പറഞ്ഞ ഒരു ഡയലോഗാണിത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരായിരിക്കും. അതായത് ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക, അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ പുള്ളി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്താണ്, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെയാണ് പുള്ളി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജനിച്ചത് ഇന്ത്യക്കാരനായിട്ടാണെങ്കിലും പുള്ളിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത് ആരെ പോലെയാണ്, ഒരു ബ്രിട്ടീഷുകാരനെ പോലെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ എങ്ങനെ കാണുന്നോ അങ്ങനെ കാണണം. അല്ലാതെ താൻ ഒരു ഇന്ത്യക്കാരനാണ്, തൻ്റെ സഹജീവിയാണ് മറ്റൊരു ഇന്ത്യക്കാരൻ, അങ്ങനെ കാണരുത്. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവരെന്ത് ചെയ്തത്, ഇന്ത്യക്കാർക്ക്
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് സയൻറ്റിഫിക് സൊസൈറ്റികളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താണ് കുറേ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെതാണ്. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അതിലുള്ള സയൻറ്റിഫിക് സൊസൈറ്റികളുടെ കാര്യമാണ് എഴുതി വെച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റികൾ കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. 1825 സ്ഥാപിച്ചത്. പിന്നെ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റികൾ, അതും കൽക്കട്ടയിൽ 1838 സ്ഥാപിച്ചത്. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാൾ, അത് 1876 ബനാറസ് സംവാദ ക്ലബ്ബ്, അതും ബനാറസ് 1861. സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, അലിഗഡ് 1864. ഇനി ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി, ബീഹാർ 1868. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സൊസൈറ്റികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? ശാസ്ത്ര ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്യുക? പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ എന്ത് ചെയ്തേക്കുന്നത്? സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്തേക്കുന്നത് നോക്കാം. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണ് ഇവ. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ, ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. അപ്പോൾ മെക്കാളെ പറഞ്ഞ വാക്കുകളാണിത്. ഇതിൽ നിന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താം. എന്താണ്? ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക, അവരെ ആർക്കെതിരെ പ്രവർത്തിപ്പിക്കുക? ഇന്ത്യക്കാർക്കെതിരെ അവരെ തിരിക്കുക. ഓക്കെ, ഒരു ബ്രിട്ടീഷ് പൗരനെ പോലെ പെരുമാറാൻ അവരെ പ്രാപ്തരാക്കുക. അങ്ങനെയൊക്കെയാണ് ഇവർ എന്ത് ചെയ്തേക്കുന്നത്? മൈൻഡ് വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. എന്താണ്? ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. അപ്പോൾ എന്ത് പറ്റി? 19-ാം നൂറ്റാണ്ടിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങൾ 18 ആ ഒരു പീരീഡിലാണ് വന്നേക്കുന്നത്, 1800 സംതിങ്ങിലാണ്. ഇത് ഏഷ്യാറ്റിക് സൊസൈറ്റിയൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ്, 19-ാം നൂറ്റാണ്ട് ടോട്ടലിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1800കളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരം 1800കളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഈ സൊസൈറ്റികളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയത്. എന്നിട്ട് 1835 ആയപ്പോൾ എന്ത് പറ്റി? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നടപ്പിലാക്കി. എന്നിട്ട് 1835 അല്ലേ, അത് 19-ാം നൂറ്റാണ്ടോടെ അപ്പോൾ എന്തായി? ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറി. അതായത് കുറേ പേര് എന്തായി? ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. അവരുടെ സംസ്കാര രീതി എങ്ങനെയാണ്, ഇംഗ്ലീഷുകാരുടെ പെരുമാറ്റവും അവരുടെ സംസ്കാര രീതികളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതി ഇന്ത്യൻ സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു? കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം എന്ത് ചെയ്തു? കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്തവരായിരുന്നു ഇങ്ങനെ ചിന്തിച്ചതിൽ ഭൂരിഭാഗവും. അപ്പോൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി അതിലൂടെ എന്താണ് ജനാധിപത്യം, എന്താണ് സ്വാതന്ത്ര്യം, യുക്തിചിന്ത എന്താണ്, തുല്യനീതി എന്താണ്, ശാസ്ത്രബോധം എന്താണ്, സോഷ്യലിസം എന്ന് പറഞ്ഞ ആശയം എന്താണ്, പൗരാവകാശങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ എന്നിവയെക്കുറിച്ചെല്ലാം ബോധവാന്മാരാകുകയും ചെയ്തവരായിരുന്നു. എങ്ങനെ ചിന്തിച്ചത്? ഈ പറയുന്ന ഇംഗ്ലീഷുകാരുടെ സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് ചിന്തിച്ചത്. ഓക്കെ, അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ പലതരത്തിലുള്ള സാമൂഹിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിലനിന്നിട്ടുണ്ട്. നിങ്ങൾ സതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ കൂടി മരിക്കണം, അങ്ങനെ ഒരു ആചാരമായിരുന്നു. ആചാരം എന്ന് പറയാൻ പറ്റത്തില്ല, ദുരാചാരമായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന
ഒരു സമൂഹമായിരുന്നു ഇന്ത്യയുടേത്. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹിക ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ പരിഷ്കരിക്കാൻ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ ഒരു വിഭാഗം ശ്രമിച്ചു. അത് പരിഷ്കരിക്കാനും ആ പരിഷ്കാരത്തിൻ്റെ സഹായത്തോടെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. ഈ പാശ്ചാത്യ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വരരുത്, ഇന്ത്യൻ സംസ്കാരത്തെ ബെറ്റർ ആക്കുകയും വേണം. അങ്ങനെയാണ് ഇവർ ചിന്തിച്ചത്. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. ഇവരെന്ത് ചെയ്തു? ഇന്ത്യൻ സമൂഹത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തി. ഇന്ത്യൻ ഭാഷയെ നവീകരിക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്ക് കടന്നു. കലയെ ബെറ്ററാക്കാൻ നോക്കി, അതുപോലെ സാഹിത്യത്തെയും ബെറ്ററാക്കാൻ നോക്കി. ഇത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാനും ഇടയാക്കി. അപ്പോൾ എന്ത് പറ്റി? ഇങ്ങനെ ഇവരിത് ബെറ്ററാക്കണം, ഈ സമൂഹത്തെ ബെറ്ററാക്കണമെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് അസമത്വങ്ങളൊക്കെ എന്താക്കണം? സമത്വമാക്കി മാറ്റണം. അപ്പോൾ ആ അസമത്വങ്ങളെയും അതുപോലെ അവകാശ നിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ എന്തില്ല? അവകാശം ഇല്ല. അപ്പോൾ ആ അവകാശ നിഷേധങ്ങളെ എല്ലാം എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് പുതിയൊരു നല്ലൊരു സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഇതിനെതിരെയെല്ലാം പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. ഇന്ത്യൻ ജനതയിൽ ഇതിനെതിരെ എല്ലാം പ്രവർത്തിച്ച്, അതായത് സാമൂഹിക അസമത്വങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ പ്രതികരിച്ച് ഇന്ത്യയിൽ ഒരു ഐക്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ആരാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിലൂടെ ആ പുതിയ ഐഡിയകൾ ഉണ്ടാക്കിയെടുത്ത ആൾക്കാർ. അതായത് എന്താണ് എന്ന് മനസ്സിലാക്കി. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ജനാധിപത്യം എന്നുള്ളത്, അതുപോലെ എന്താണ് യുക്തിചിന്ത, എന്താണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? എനിക്ക് ബ്രിട്ടീഷുകാരുടെ അനുമതി ഇല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ ഒരു സാധനം ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? എനിക്ക് അവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കുവാണ്. അതുപോലെ എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുവാണ്. അങ്ങനെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. അതിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ഉണ്ടോ ആ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവരും പോകുന്നു, അവിടം വരെ പോകുന്നുള്ളൂ, അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാനും പോകുന്നു, അവിടെ നിൽക്കുന്നു, അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എനിക്ക് എന്തുകൊണ്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് എന്നെ തടഞ്ഞിരിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയായിട്ട് മാറും. ഓക്കെ, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ. ഓക്കെ, ഇനി എന്തോ കേൾക്കുന്നത്? സാമൂഹിക പരിഷ്കരണം. അപ്പോൾ ഇവരെന്താണ് ശ്രമിച്ചത്? ഇവരിങ്ങനെ കുറേ ഐഡിയാസ് പറയുവാണ്. സമൂഹത്തെ എന്ത് ചെയ്യണം? ബെറ്ററാക്കണം. സമൂഹത്തെ ബെറ്ററാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്കൊരു ഐക്യബോധം, ഏകത്വമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റൂ. ആ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരെ പോരാടാൻ പറ്റൂ. അപ്പോൾ ആദ്യം സമൂഹത്തെ നമ്മൾ ഏകദേശം ഒന്ന് എന്താക്കിയെടുക്കണം? സമത്വപൂർണ്ണമുള്ള ഒരു സമൂഹമാക്കണം. അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കുമ്പോൾ എല്ലാവർക്കും സമത്വം ലഭിക്കും. അപ്പോൾ ജനങ്ങളെല്ലാവരിലും ഒരു ഐക്യബോധം ഉണ്ടാവും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹിക പരിഷ്കരണം തുടങ്ങുന്നത്. സമൂഹത്തെ എന്ത് ചെയ്യുക? പരിഷ്കരിക്കുക. എന്താണ്? ഒരു മിനിറ്റ്, നെറ്റൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന്. ഓക്കെ, എന്താണെന്ന് നോക്കാം. സാമൂഹിക പരിഷ്കരണം. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വാതന്ത്ര്യ ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പോൾ പലതരത്തിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതായത് ഒരു സംഘടനകളാണ് രൂപം കൊള്ളുന്നത്. ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത ഞാൻ സ്വാതന്ത്ര്യ ചിന്ത എന്നാണ് വായിച്ചതാണ്, സോറി. അപ്പോൾ സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, അതായത് ചേഞ്ചിനോടുള്ള താല്പര്യം. ഓക്കെ, അതുപോലെ യുക്തിചിന്ത, യുക്തിപരമായി ചിന്തിക്കുക. ഇങ്ങനെ ഒരു സംഭവം ചെയ്യുവാണ്. ഇപ്പം ആ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ലോജിക്കൽ തിങ്കിങ്, അങ്ങനെ ലോജിക്കലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള യുക്തിപരമായിട്ടുള്ള കാര്യം ഉണ്ടോ? ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ യുക്തിപരമായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള കുറേ കണ്ടന്റ്, അങ്ങനെയുള്ളതെല്ലാം അതിനു വേണ്ടി എല്ലാം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവിർഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായി 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ,
മെയിനായിട്ട് അവർ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. അപ്പം ഒന്നാമത്തെ കാര്യം, എന്തിനു വേണ്ടി ഇന്ത്യൻ സമൂഹത്തിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപീകൃതമായി? അതിന് ഒന്നാമത്തെ റീസൺ എന്താണ്? ഇന്ത്യൻ സമൂഹത്തിൽ പല രീതിക്കുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്നു, അതിനെല്ലാം എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്താണ്? എല്ലാ മനുഷ്യരും വിവേചനമില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി, പൗരാവകാശങ്ങൾ നേടിയെടുക്കുക, അതിനു വേണ്ടിയാണ് എന്ത് ചെയ്തത്? രണ്ടാമത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രണ്ടാമത്തെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. പൗരന്റെ അവകാശം എന്താണ്? വിവേചനമില്ലാതെ എല്ലാ വഴികളിലൂടെയും നടക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, വിദ്യാഭ്യാസം നേടാൻ, ഇതിനെല്ലാം ഉള്ള അവകാശങ്ങളാണ് പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിതിപ്പോൾ ഭരണഘടനയൊക്കെ ആക്കിയപ്പോൾ മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പേര് മാറി. ഓക്കെ, അതുപോലെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ഓക്കെ അല്ലേ? അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അപ്പോൾ ഇത് നേടുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. അന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു സാമൂഹിക രീതിയായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് അനാചാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ പറയുന്ന വിവേചനങ്ങൾ, വഴി നടക്കാൻ പറ്റത്തില്ല, അതുപോലെ വസ്ത്രത്തിന് ഓരോ കാസ്റ്റ് വൈസ് കോഡാണ്. ഈ ഒരു ഡ്രസ് കോഡിൽ നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയണ്ടല്ലോ. അത് ഏറ്റവും ഉന്നത കുലജാതന്മാർക്ക് മാത്രമേ വിദ്യാഭ്യാസം എന്ത് ചെയ്യുള്ളൂ, നേടാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഈ ലക്ഷ്യങ്ങൾ നേടുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അനുയോജ്യമായിരുന്നില്ല. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് പോകാൻ. ഓക്കെ, അങ്ങനെ ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം, അതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത്? താഴോട്ട് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഈ പറയുന്ന മെയിനായിട്ടുള്ള നമ്മുടെ രണ്ട് എയിം, ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കൊണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള രണ്ട് എയിമുകൾ എന്തെന്നൊക്കെയാണ്? ഈ പറഞ്ഞ അനാചാരങ്ങളെ എതിർക്കണം, അതുപോലെ തന്നെ പൗരാവകാശങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ അത് ഒറ്റയടിക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഓക്കെ, അതിനെല്ലാം മാറ്റി പതുക്കെ മാറ്റി കൊണ്ടുവന്നതിന് ശേഷം കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറഞ്ഞ മെയിൻ എയിമിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന പരിപാടി ഇല്ലാതാക്കുക. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. അവകാശ സംരക്ഷണം, എല്ലാവരുടെയും അവകാശങ്ങളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അവിടെ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കർഷകനെന്നോ ജന്മിയെന്നോ അങ്ങനെ ഒന്നും നോക്കരുത്. എല്ലാവരുടെയും അവകാശങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ എന്ത് ചെയ്യണം? അവസാനിക്കണം. അതായത് അവസാനിപ്പിക്കണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ല, അതുപോലെ വഴി നടക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ഒരു രീതിക്കും സ്ത്രീകളുടെ അവസ്ഥ മറ്റ് ജാതീയമായ വേർതിരിവിൽ കൂടാതെ സ്ത്രീകൾക്കും മറ്റ് പലതരത്തിലുള്ള വിവേചനങ്ങളും നേരിടേണ്ടി വന്നിരുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. അതുപോലെ വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. അതായത് വിധവകളെ എന്ത് ചെയ്യുക? പുനർവിവാഹം ചെയ്യിപ്പിച്ച് വിടുക. ഓക്കെ, അങ്ങനെയുള്ള പരിപാടി. അത് കാര്യം ഈ അത് ഇനി എവിടെയെങ്കിലും കാണുമായിരിക്കും. അതായത് ബഹു ഭാര്യാത്വം ഉള്ള ഒരു സമൂഹമായിരുന്നു. അതായത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നമ്മളത്. അപ്പോൾ അതിൽ ഈ വല്ല കിളവന്മാരും ഒക്കെ ആയിരിക്കും ഹസ്ബൻഡ്. അപ്പോൾ ഈ പറയുന്ന വൈഫിന് 18, 19 അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പം പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി, ഈ 18, 19 വയസ്സുള്ള ആള് വിധവയാണ്. ആ പുള്ളിക്കാരിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ ജീവിതകാലം മുഴുവൻ പുള്ളിക്കാരി ഒരു വിധവയായിട്ട് നടക്കുന്നു. അപ്പോൾ അതൊരു നല്ല പരിപാടിയല്ല. പുള്ളിക്കാരിക്ക് എല്ലാ രീതിയിൽ നിന്നും ഈ വിധവകൾക്ക് എനിക്ക് തോന്നുന്നു ഒരു റൂമിൽ തന്നെ ഇരിക്കണമെന്നോ, അത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെന്നോ, അങ്ങനെ എന്തൊക്കെയോ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിധവകളെ പുനർവിവാഹം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പദ്ധതിയിൽ നടപ്പിലാക്കുക. അതുപോലെ ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. എന്ന് വെച്ചാൽ ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക. 7-8 വയസ്സാകുന്ന പെൺപിള്ളേരെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യുക?
വലിയ കളവന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അതുപോലെ പൗരാഹിത്യ മേധാവിത്വം എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണർക്ക് മേധാവിത്വം ആണ് എല്ലാ ഇതിലും. നമ്മൾ ഇതിപ്പം ഇന്ത്യയുടെ കാര്യമൊന്നല്ല, ഇന്ത്യക്കാരുമല്ല, നമ്മളിപ്പം അതിന് മുമ്പത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും പുരോഹിതന്മാർക്കാണ് കൂടുതൽ പ്രയോറിറ്റി. അവർ പറയുന്നിടത്താണ് രാജാവ് നിൽക്കുകയും പോവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വാക്കിന് മുകളിൽ പിന്നെ പറയത്തില്ല, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന പുരോഹിതന്മാർക്കെന്ന്, ഇവിടുത്തെ പുരോഹിതർ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരാണ്, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മേധാവിത്വം ഉണ്ടായിരുന്നു. ആ മേധാവിത്വം അവസാനിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യണം, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കണം, വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണം, വിധവ പുനർവിവാഹം നടപ്പിലാക്കണം, പിന്നെ ശൈശവ വിവാഹവും അതുപോലെ പൗരോഹിത്യ മേധാവിത്വം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ഓക്കെ, ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റോയ് ആണ്. ഇതാണ് ആള്, രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് പുള്ളി, രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരണത്തിനായി വാദിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹമാണ് സതി എന്ത് ചെയ്തത്, സതിക്ക് എന്ന ദുരാചാരത്തിനെതിരെ ശക്തമായി എതിർത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ദുരാചാരത്തെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതായിരുന്നു? ബ്രഹ്മ സമാജം. ഓക്കെ, ബ്രഹ്മ സമാജം. വിവിധ ജാതികളിലായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ പല ജാതിക്കാരായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ഇന്ത്യയെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഇന്ത്യൻ സമൂഹത്തിനെ അദ്ദേഹം എങ്ങനെയാക്കി? ഒറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ഒറ്റ ഗ്രൂപ്പാണെന്നുള്ള ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അപ്പം നിങ്ങൾ എന്താണ്, ക്ഷത്രിയനാണ്, നിങ്ങൾ ബ്രാഹ്മണനാണ്, അങ്ങനെ പറയാതെ നിങ്ങൾ ഇന്ത്യക്കാരാണ്, നിങ്ങൾ ഭാരതീയരാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പുള്ളി എന്ത് ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. അതോടുകൂടി അവിടെ എന്തുണ്ടാകുന്നു, രാജ്യസ്നേഹം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമായി മാറി. അപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ എന്തും വരും, രാഷ്ട്രത്തിൻ്റെ ഐക്യം കൂടി ഉൾപ്പെടും. നമുക്കവിടെ ഐക്യമുണ്ടെങ്കിലേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരാൾ തന്നെത്താൻ പോരാടിയ എത്ര നാൾ പോരാടും? ആ ഒരാൾ അടിച്ചമർത്താൻ ആൾ കാണും. ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. ഇന്ത്യ ഒട്ടാകെ ഒന്നിച്ചാണെങ്കിലോ കുറച്ച് പാടുപെടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്തായിട്ട് മാറും? ആ ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഐക്യത്തിലൂടെ ഇവരെ നേരിടാം. ആരെ? ബ്രിട്ടീഷുകാരെ നേരിടാം. ഓക്കെ, ഇനി സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം വേണമെന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. സതിയെ നിർത്തലാക്കാനും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഈ പറയുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ഇതിനെ തുടർന്ന്, അതായത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണം എന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ശേഷം ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇതിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പലരും ഈ ആശയത്തോട് യോജിക്കുന്ന പലരും എന്ത് ചെയ്യും, അതിനോട് ഗ്രൂപ്പ് ചേരും, അല്ലെങ്കിൽ അവരും ഇതുപോലെ എന്ത് ചെയ്യാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. ഓക്കെ, ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അപ്പോൾ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി എന്ത് ചെയ്തു, പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പോൾ 1856 എന്താണ്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856. ആരുടെ പ്രവർത്തന ഫലമായാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തിയുടെ. ഇതാണ് ആള്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തന ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്, ഇന്ത്യൻ ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ എന്തുവാണ്
ഏതോ ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട്. സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആ ആവശ്യം ഉന്നയിച്ചത് ആരായിരുന്നു? അത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഇനി ഹിന്ദു സ്ത്രീകളുടെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസ്സായി. ഓക്കെ, അദ്ദേഹം അതോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാലയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. സ്ത്രീകൾക്ക് സ്വത്തിനുമേൽ അവകാശം വേണമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയാണ്. തിരിഞ്ഞു പോരുതേ. ഇനി വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് എന്ത്? ശാരദാ സദൻ. ഇവയിൽ പ്രധാനപ്പെട്ടതാണത്. ഏതാണ്? വനിതകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ശാരദാ സദൻ. അത് ബോംബെയിലാണ്. വിധവകളുടെ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിത രമാഭായി ഇതാണ് ആള്, പുള്ളിക്കാരി സ്ഥാപിച്ചതാണ്. അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ് പട്ടികയിൽ കൊടുത്തേക്കുന്നത്. ഈ പട്ടിക നമുക്ക് ആവശ്യമുള്ളൊരു പട്ടികയാണ്. കുറേ ആൾക്കാരുണ്ട്. പട്ടിക നമുക്ക് പഠിക്കാം. ഒരു മിനിറ്റ്. ഇതിൽ ഈ പറയുന്ന ഇവരുടേത് നോക്കേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇനി നോക്കിക്കൊണ്ടിരുന്നാൽ വീണ്ടും ഒരുപാട് ലേറ്റ് ആവും. ആരാണ്? നമ്മുടെ ഈ രാജാറാം മോഹൻ റോയ്. പുള്ളിയുടെ കുറച്ച് അഡീഷണൽ കഥയുണ്ട്. അത് നമുക്ക് വേറൊരു സെക്ഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പാട്ടിലെങ്ങാണ് ഞാൻ ആഡ് ചെയ്തേക്കാം. കുറച്ചധികം കഥയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുള്ളിയും ബാക്കിയുള്ളവരും കാണും, ഇനി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു വീഡിയോ ഒക്കെയാണ് ഇടാം. ഓക്കെ, അത് അഡീഷണൽ കണ്ടന്റ്. മറ്റേ മോഡേൺ ഇന്ത്യ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്പെക്ട്രത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് ഈ പുള്ളിയുടെ കുറച്ച് ഓരോ ആൾക്കാരെ പറ്റിയുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് അത് ഫോട്ടോ എടുത്ത് നമുക്ക് അതൊന്ന് വെച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. ഓക്കെ, അത് ഇതിൻ്റെ കൂടെ പറയാൻ നിന്നാൽ ഇത് കുറച്ചുകൂടെ അങ്ങ് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ഇത് തന്നെ കുറച്ചധികം ഉണ്ട് പഠിക്കാൻ. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഓവർലോഡ് ആയിപ്പോവും. സോ നമുക്ക് പഠിക്കുന്നത് കാര്യമായിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതുപോലെ പരിഷ്കർത്താക്കൾ, എന്ത് ആശയമാണ് ഇവരെന്ത് ചെയ്തത്? ഇവർ പ്രചരിപ്പിച്ചത്. ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഇവർ എന്ത് ആശയമാണ് പ്രചരിപ്പിച്ചത്? ആദ്യത്തെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്തുവാ? ആര്യ സമാജം. ആര്യ സമാജത്തിൻ്റെ ആളാരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം. രാജാറാം മോഹൻ റോയുടെ സമാജത്തിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഏതായിരുന്നു? ബ്രഹ്മ സമാജമായിരുന്നു അല്ലേ? തൊട്ട് മുമ്പ് കണ്ടതാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രഹ്മ സമാജം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയാണ്. ആര്യ സമാജം എന്ന് പറയുമ്പോൾ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. എന്താണ് അതിലൂടെ പുള്ളി പ്രചരിപ്പിച്ച ആശയങ്ങൾ? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. അപ്പോൾ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നതിനെതിരായിരുന്നു പുള്ളി. സ്വാമിയാണ് എഴുതിയിരിക്കുന്നത്, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പം അങ്ങനെ ഒരു സ്വാമിയായിട്ട് പുള്ളി എന്തിനാണ് എതിരെ പ്രവർത്തിച്ചത്? വിഗ്രഹാരാധനയ്ക്കെതിരെയായിരുന്നു. അതുപോലെ ശൈശവ വിവാഹത്തിനെതിരെയും പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. ഏതാണ് പ്രസ്ഥാനം? ആര്യ സമാജം. അടുത്ത രാമകൃഷ്ണ മിഷൻ. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ ആള്. ഓക്കെ, അപ്പോൾ അതിലകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു സംഘടനയായിരുന്നു രാമകൃഷ്ണ മിഷൻ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം. ഓക്കെ, രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം അതിൻ്റെ മെയിൻ ആശയം എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്കായി വാദിച്ച ഒരു സമാജമാണ് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങളുമായി അവരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ആരെയായിരുന്നു? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം. ആര്യ സമാജം ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ, അലിഗഡ് പ്രസ്ഥാനം. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? പ്രാർത്ഥനാ സമാജം. അപ്പോൾ ബ്രഹ്മസമാജം ആരായിരുന്നു?
ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം സ്വാമിയായിരുന്നു. ആരായിരുന്നു? ദയാനന്ദ സരസ്വതി അല്ലേ? സ്വാമി ദയാനന്ദ സരസ്വതി തന്നെ. രാമകൃഷ്ണ മിഷൻ ആകുമ്പോൾ സ്വാമി വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അപ്പൊ പ്രാർത്ഥനാ സമാജം, പ്രാർത്ഥന ആരാ? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ ആള്. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രസ്ഥാനം നിലകൊണ്ടത്. പ്രാർത്ഥനാ സമാജമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിശ്ര ഭോജനം ഉണ്ടായിരുന്നു, മിശ്ര വിവാഹം ഉണ്ടായിരുന്നു, വിധവാ പുനർവിവാഹം ഉണ്ടായിരുന്നു. മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ജാതിക്കാരെ ഒന്നിച്ചിരുത്തി ഒന്നിച്ചവരെ ഒരു പന്തിയിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. മിശ്ര വിവാഹം എന്ന് പറഞ്ഞാൽ പല ജാതിക്കാരെ എന്ത് ചെയ്യുന്നു? ഇന്റർകാസ്റ്റ് മാരേജ്, അതാണ് മിശ്ര വിവാഹം. ഇനി വിധവാ പുനർവിവാഹം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വിധവകളെ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്നു. അതുപോലെ സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി അതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാ സമാജം നിലകൊണ്ടത്. ആരാണ് ആള്? ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനം ഏതായിരുന്നു? ദയാനന്ദ സരസ്വതി ഏതായിരുന്നു? ഇതിപ്പോ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ദയാനന്ദ സരസ്വതി എന്ത് സമാജമായിരുന്നു? ആര്യ സമാജം. ഓക്കെ, ആര്യ സമാജം. വിവേകാനന്ദൻ്റെത് രാമകൃഷ്ണ മിഷൻ. സെയ്ദ് അഹമ്മദ് ഖാൻ്റെത് അലിഗഡ് പ്രസ്ഥാനം. തന്നെ നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിയോ. ആര്യ സമാജം ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പിന്നെ ബ്രഹ്മസമാജം, ബ്രഹ്മ ആരായിരുന്നു? ആദ്യത്തെ തുടങ്ങിയ ആള് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഓക്കെ, അടുത്ത തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. ആനി ബെസന്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് കിടക്കുന്നത് ആനി ബെസന്റ്. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ തിയോസഫിക്കൽ സൊസൈറ്റി നിലകൊണ്ടത്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനം, മുസ്ലിം മതത്തിന്റെയും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം എന്തുവായിരുന്നു? അത് അലിഗഡ് പ്രസ്ഥാനമായിരുന്നു. അതിന്റെ ആളാരായിരുന്നു? ആളെ പേരെന്തുവായിരുന്നു? പേര് പോയി. സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഓക്കെ, സെയ്ദ് അഹമ്മദ് ഖാൻ. ഇനി അടുത്ത എന്തുവായിരുന്നു? ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലൂന്ന്, അങ്ങനെ എന്തുവായിരുന്നു പുള്ളിയുടെ ഫുൾ നെയിം എന്ന് തോന്നുന്നു. ഹിതകാരിണി സമാജം, ഹിതകാരിണി വീരേശലിംഗം പന്തലൂന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ തപ്പി നോക്കട്ടെ പുള്ളിയുടെ പേര്, ഫുൾ നെയിം. വീരേശലിംഗം പന്തലു ആണെന്നാണ് എൻ്റെ വിശ്വാസം. വീരേശലിംഗം പന്തലു ഉണ്ടോ എന്ന് തപ്പി നോക്കട്ടെ. കൺട്രോൾ സി. ഓ, കണ്ടുകുരി വീരേശലിംഗം പന്തലുവിനെ എവിടെ നിന്ന് എനിക്ക്? പന്തലു ക്ലാസ് 8 പന്തലൂന്ന് ഉണ്ട് കേട്ടോ. റൈറ്റർ ഫ്രം ദ മദ്രാസ് പ്രസിഡൻസി, ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള റൈറ്ററാണ് വീരേശലിംഗം പന്തലു. മദ്രാസിലുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ഇതെന്തുവാണ്? പുള്ളിയുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് ഈ പറഞ്ഞ പ്രസ്ഥാനം എന്ത് ചെയ്തത്? നിലകൊണ്ടത്. ഓക്കെ, വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വേറെ ഇന്നത് ഏതായതാണ് ഇവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. വിധവാ പുനർവിവാഹത്തിന്റെ കാര്യം സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹിതകാരിണി സമാജം വീരേശലിംഗം, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ്, അടുത്തത് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പിന്നെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം അവളുടെ പേരെന്ത് വരുന്നത്? സെയ്ദ് അഹമ്മദ് ഖാൻ. പിന്നെ ഏതുണ്ടായിരുന്നു? ഇനി ഏതുണ്ടായിരുന്നടേ? എല്ലായോ? അലിഗഡ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ്, ഹിതകാരിണി വീരേശലിംഗം പന്തലു. ഓക്കെ, ഇനി സത്യശോധക സമാജം, ജ്യോതിബാ ഫുലെ ആണ് സത്യശോധക സമാജം.
ശോധക സമാജം ജ്യോതിബാ ഫുലെ. എന്താണ്? ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത ഒരു സമാജമാണ് ഈ പറയുന്ന സത്യശോധക് സമാജം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എന്ത് ചെയ്തു? എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ എന്ത് ചെയ്തു? ആരംഭിച്ചു. ഏത് സമാജങ്ങളുടെ? സത്യശോധക് സമാജം. ബ്രഹ്മസമാജത്തിന്റെ ആളാരായിരുന്നു? രാജാറാം മോഹൻ റായ്. ആര്യ സമാജം? ദയാനന്ദ സരസ്വതി. വിവേകാനന്ദന്റെ പ്രസ്ഥാനത്തിന്റെ പേര് എന്തുവായിരുന്നു? രാമകൃഷ്ണ മിഷൻ. സെയ്ദ് അഹമ്മദ് ഖാൻ, സെയ്ദ് അഹമ്മദ് ഖാൻ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതായിരുന്നു? മുസ്ലിം വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിന് ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ പേര് അലിഗഡ് പ്രസ്ഥാനം. ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഓക്കെ. ഹിതകാരിണി സമാജം ആരായിരുന്നു? വീരേശലിംഗം പന്തലു. പിന്നെന്തായിരുന്നു? സത്യശോധക് സമാജം അതാരായിരുന്നു? ഇപ്പൊ ജ്യോതിബാ ഫുലെ. അതും ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തിനെയും എതിർത്ത ഒരു സമാജമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി എന്ത് ചെയ്തു? വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അതും അതിനകത്ത് വരുന്നുണ്ട്. അടുത്തത് EV രാമസ്വാമി നായ്ക്കർ. പുള്ളിയെ ഓർമ്മയുണ്ടോടെ? കപ്പലോട്ടിയ തമിഴൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. നമ്മൾ എവിടെയോ കണ്ടായിരുന്നു പുള്ളിയുടെ കാര്യം. EV രാമസ്വാമി നായ്ക്കർ കപ്പലോട്ടിയ തമിഴൻ എന്നാണ് പറയുന്ന കാര്യം. പുള്ളി ഒരു കപ്പലുമായി ബന്ധപ്പെട്ട ഏതോ ഒരു 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 കമ്പനി എങ്ങാണ്ട് തുടങ്ങിയായിരുന്നല്ലോ. കഴിഞ്ഞ ചാപ്റ്റർ നമ്മളത് പഠിച്ചു അല്ലേ? കമ്പനിയുടെ പേര് മറന്നുപോയി, ഒന്ന് തപ്പിയിട്ട് വരട്ടെ. കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെയല്ലോ നമ്മൾ പുള്ളിയുടെ കാര്യം കണ്ടത്. ഇവിടെ നടക്കുന്നത് VO ചിദംബരം പിള്ളെ ഹു ഈസ് ദ സ്വദേശാഭിമാനി മൂവ്മെന്റ് ഇൻ തമിഴ്നാടു. ഇവിടെ ഉണ്ടായിരുന്നു. കാൾഡ് ദ ഹെൽംസ്മാൻ ഓഫ്, ഇതാണ് കപ്പലോടിയ തമിഴൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എസ്റ്റാബ്ലിഷ്ഡ് ദ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി റിക്കോയർ ഇൻ 1906 പുള്ളി അങ്ങനെ കമ്പനി എടുത്തിട്ടുണ്ട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പലോട്ടിയ തമിഴൻ എന്ന് പറയുന്നത്. അയ്യോ ആള് മാറിപ്പോയോടെ. അത് VO ചിദംബരം പിള്ളയില്ലായിരുന്നോ? എനിക്ക് മാറിപ്പോയതാണ്, സോറി. EV രാമസ്വാമി നോക്കിയപ്പോൾ ആരായിരുന്നു? ആ പുള്ളി ഒന്ന് തപ്പി നോക്കട്ടെ. പെട്ടെന്ന് എനിക്ക് ഇനിഷ്യൽ ഉണ്ടപ്പോൾ ചേഞ്ച് ആയിപ്പോയതാണ്. സോറി ഗായ്സ്, ആള് മാറിപ്പോയി. EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി, ഇതാണ് ആള്. EV രാമസ്വാമി പെരിയാർ എന്നറിയപ്പെടുന്നുണ്ട്. എന്തോ പേരുണ്ടായിരുന്നു, പേര് മാറിപ്പോയി. കപ്പലോട്ടി തമിഴൻ OV ചിദംബരം പിള്ളയും VO ചിദംബരം പിള്ളയും EV രാമസ്വാമി നായ്ക്കരാണ് പെരിയാർ എന്നറിയപ്പെടുന്നത്. കേട്ടിട്ടുണ്ടോ? പെരിയാർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഓക്കെ. ആള് മാറിപ്പോയതാണ്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുമ്പോൾ പെരിയാർ എന്നറിയപ്പെടുന്നത് പുള്ളിയാണ്. ഓക്കെ. EV രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിൻ്റെതാണ് സ്വാഭിമാന പ്രസ്ഥാനം. ഓക്കെ. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കാനായിട്ടാണ് പുള്ളി എന്ത് ചെയ്തേക്കുന്നത്? സ്വാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചത്. പെരിയാർ അല്ലെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അത് പേരിൽ തന്നെ കിടപ്പുണ്ട്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അത് ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തുകൊണ്ടുള്ളതാണ്. ഈ ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തുകൊണ്ടിട്ടുള്ളതാണ് ഏത്? ഈ പറഞ്ഞ സത്യശോധക് സമാജം ജ്യോതിബാ ഫുലെയുടേതും. ഓക്കെ. അതുപോലെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ടാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നിലനിൽക്കുന്നത്. കറണ്ട്ലി അത് SNDP അങ്ങനെ എന്തോ ആണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP ആണ് ഇപ്പോൾ കറണ്ട്ലി. ഇത് ആദ്യത്തെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ. അപ്പം എല്ലാവരും ഓക്കെ ആയോടെ? ഇതിൻ്റെ ഇംഗ്ലീഷ് പേരിന് വല്ല ചേഞ്ച് ഉണ്ടെന്നും കൂടെ നോക്കാം. ഓക്കെ. മറ്റേത് കപ്പലോട്ടിയ തമിഴനാണ്. ആ പുള്ളിയും പെരിയാറും കൂടെ മാറിപ്പോലെ. എനിക്ക് ചെറുതായിട്ടൊന്ന് മാറിയായിരുന്നു, അതാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പേര് മാറ്റി വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ, അലിഗഡ് മൂവ്മെൻറ്റ് സെയ്ദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജ് ആത്മാരാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ്, ഹിതകാരിണി സമാജ് വീരേശലിംഗം, അതുപോലെ സത്യശോധക് സമാജ് ജ്യോതിബാ ഫുലെ, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് എന്നാണ് മറ്റേ സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ നമ്മുടെ പെരിയാറിൻ്റെത് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDPY ആണ്. ഓക്കെ. അത് ശ്രീനാരായണ ഗുരു.
ഓക്കെ അല്ലേടെ? ഒന്നുകൂടെ പറയണോ ഇനി? ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ആദ്യത്തെ ആള് ഇവിടെ നിന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇത് എന്താണ് പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDPY. ഓക്കെ. അടുത്തത് EV രാമസ്വാമി നായിക പെരിയാറാണ്, അദ്ദേഹത്തിൻ്റെ സ്വാഭിമാന പ്രസ്ഥാനം. ജ്യോതിബ ഫുലെ ആണെങ്കിൽ സത്യശോധക് സമാജം. വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം. ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി, അത് മതവുമായി ബേസ് ചെയ്തിട്ടുള്ള ഹിന്ദു മതത്തിൻ്റെതാണ്. ഇനി അതേപോലെ നമ്മുടെ സെയ്ദ് അഹമ്മദ് ഖാൻ്റെതും മതപരമായിട്ടുള്ളതാണ്, മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അലിഗഡ് പ്രസ്ഥാനം. പിന്നെ തിയോസഫിക്കൽ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ആര്യസമാജം ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി നോക്കാം. എവിടെ എഴുതാം? ഇവിടെ എഴുതാം. എന്തുവായിരുന്നു ആദ്യത്തത്? ബ്രഹ്മസമാജം ആരായിരുന്നു? നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഓക്കെ. അടുത്തത് ആര്യസമാജം. ആര്യസമാജത്തിൻ്റെ ആള് ആരായിരുന്നു? ബ്രഹ്മാനന്ദ സരസ്വതി അല്ലേ? ബ്രഹ്മാനന്ദ സരസ്വതി. അടുത്തത് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരായിരുന്നു? വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ. ഇനി അടുത്തത് അലിഗഡ് പ്രസ്ഥാനം, അതിൻ്റെ ആള് സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. ഇനി അടുത്ത ഏതായിരുന്നു? ഹിതകാരിണി സമാജം. ഹിതകാരിണി എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരുന്നടേ? ഹിതകാരിണി സമാജം ആകുമ്പോഴത്തേക്ക് പുള്ളിയുടെ പേര് പെട്ടെന്ന് വരുന്നില്ലേ? പന്തലു, വീരേശലിംഗം പന്തലു ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. ഹിതകാരിണി സമാജം അതന്നെ, വീരേശലിംഗം പന്തലു. ഹിതകാരിണി വീരേശലിംഗം പന്തലു. അടുത്തത് ആത്മാറാം പാണ്ഡുരംഗിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആത്മാറാം പാണ്ഡുരംഗിൻ്റെത് എന്തുവായിരുന്നു? ഏതായിരുന്നല്ലേ സമാജത്തിൻ്റെ പേര്? ആത്മാറാം പ്രാർത്ഥനാ സമാജമാണെന്ന് തോന്നുന്നു. പ്രാർത്ഥനാ സമാജമാണോ ആത്മാറാം പാണ്ഡുരംഗ്? ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആത്മാറാം പാണ്ഡുരംഗ് എന്ത് ചെയ്യേ? പ്രാർത്ഥനാ സമാജം. ഓക്കെ, അടുത്തത് പ്രാർത്ഥനാ സമാജം. ഇനി ആനി ബെസന്റ് ആണെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി, അത് തിയോസഫിക്കൽ. പിന്നെ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണെന്ന് തോന്നുന്നു, SNDPY. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDPY. ഇനി അടുത്ത ആളായിരുന്നു ആനി ബെസന്റ്, ഇത് ശ്രീനാരായണ ഗുരു. പിന്നെ EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിയാർ, പുള്ളിയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സ്വാഭിമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനം. ഇനി ഏതുണ്ടായിരുന്നടേ? ഹിതകാരിണി സഹായം. വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു. സത്യശോധക് സമാജം. സത്യശോധക് സമാജം അതാരായിരുന്നു? സത്യശോധക് സമാജം ആരായിരുന്നടേ? പെട്ടെന്ന് പേര് കിട്ടുന്നില്ലല്ലോ പുള്ളിയുടെ. ആരായിരുന്നു? എല്ലാവരും ആരാ? വീരേശലിംഗം, ആത്മാറാം പാണ്ഡുരംഗ്, ആനി ബെസന്റ്, ശ്രീനാരായണ ഗുരു. ഇതിൻ്റെ ഇടയ്ക്ക് ആരെ വിട്ടുപോയല്ലേ? പുള്ളിയുടെ പേര് കിട്ടുന്നില്ലടേ. സത്യശോധക സമാജത്തിൻ്റെ ആളുടെ പേര് മറന്നുപോയി. ജ്യോതിബ ഫുലെ. ഓക്കെ, ജ്യോതിബ ഫുലെ മാത്രമേ കട്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ആയില്ലേ? എല്ലാവരും എഴുതിയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എല്ലാം കറക്റ്റാണെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് അടുത്തതിലോട്ട് പോവാം. അപ്പം ഇത് നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. കാര്യം ഇത് നമുക്കൊരു മറ്റേ മാച്ച് ദ ഫോളോയിങ് ടൈപ്പാണ്. ഇപ്പോൾ PSC അങ്ങനെയൊക്കെയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ചിലപ്പോഴാണ് നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇവരെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നോക്കി വയ്ക്കുക. ഓക്കെ, പ്രസ്ഥാനങ്ങളും അതിൻ്റെ ആൾക്കാരും. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത രീതിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ടെക്സ്റ്റാണിത്. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം എന്ത് ചെയ്തു? നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അപ്പം എന്ത് ചെയ്തു? ഈ പറഞ്ഞ സാമൂഹികമായിട്ട് പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ അത് സൊല്യൂഷൻ വേണ്ടേ? ഇവരും മിണ്ടാതിരിക്കണ്ടേ? ഇവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളുണ്ടാക്കി അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർക്ക് അവർ പറയുന്ന കാര്യം നടപ്പിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ അവരെ നിർബന്ധിതരാകും.
അപ്പോൾ അങ്ങനെ അവർ എന്തൊക്കെ നിരോധിച്ചു എന്നാണ് പറയുന്നത്. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്ത് ചെയ്തു, വിലക്ക് ഏർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. അതായത് പെൺകുട്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ജനിക്കുന്ന പെൺകുട്ടികളെ അവർ കൊല്ലുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെൺ ശിശുഹത്യ എന്ത് ചെയ്തു, നിരോധിച്ചു. സതി നിരോധിച്ചു. അതുപോലെ വിധവാ പുനർവിവാഹം നടപ്പിലാക്കി. അതിനാണ് നമ്മൾ ആക്ട് 1856 അല്ലേ, നമ്മൾ അതിലേ പറഞ്ഞവരെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട് വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1854 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുനർവിവാഹം നടപ്പിലാവുന്നു. അടിമത്തം നിരോധിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അതായത് കുട്ടികളെ 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ എന്ത് ചെയ്യരുത്, വിവാഹം കഴിക്കരുത്, അത് മതിയാക്കി. അതോടൊപ്പം തന്നെ ബഹുഭാര്യത്വം, ഒരാൾക്ക് ഒരു ഭാര്യ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ അല്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല, അതങ്ങനെയുള്ളതും എന്ത് ചെയ്തു, നിരോധിച്ചു. സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി അടുത്തത്, എന്താണ് പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമ്മൾ സമൂഹത്തെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. സമൂഹത്തെ ബെറ്റർ ആക്കുമ്പോൾ നമുക്ക് ഐക്യം ഉണ്ടാവും. ആ ഐക്യത്തിലൂടെ ബ്രിട്ടീഷുകാരെ തറ പറ്റിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ സാമൂഹിക പരിഷ്കരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളുമാണ് പറഞ്ഞത്. ഇനി അതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പത്രങ്ങളെന്ന് പറയുന്നത്. പത്രങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. അത് ഇപ്പോഴത്തെ കറൻറ്റ്ലി നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളെന്നാണ് കൂടുതൽ വരുന്നത്. പത്രങ്ങളെക്കാട്ടിയും സാമൂഹ്യ മാധ്യമങ്ങൾ, ഓൺലൈൻ ന്യൂസസ് ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു എന്നാണ് അടുത്ത ടൈറ്റിൽ. നമുക്ക് വായിച്ചു നോക്കാം. ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി, അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി, അർത്ഥപട്ടിണിക്കാരനും അർത്ഥനഗ്നനുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളെ പറ്റിയുള്ള ഒരു വാർത്തയാണെന്നാണ് തോന്നുന്നത്. അപ്പം എഴുതുവാണ്, പറയുന്നത് എന്തുവാണ്, ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി. അതായത് അവൻ ഈ പറയുന്ന നികുതിയെല്ലാം അടച്ച് ജോലിയും ചെയ്ത് ആകെ കൊണ്ട് ദാരിദ്ര്യത്തിന് നട്ടം തിരിയുന്ന അവസ്ഥയാണ്. അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി. അത് നമ്മൾ കുറച്ച് മുമ്പ് മറ്റേ ആ ബംഗാൾ വിഭജന സമയത്ത് ആ ഒരു സമയത്തൊക്കെ ഉള്ള കുറേ പിക്ചറൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, പട്ടിണി മൂലം ഒരുപാട് പേര് മരിച്ച ഒരു ടൈം കൂടെ ആയിരുന്നു അത്. ആ അർത്ഥ പട്ടിണിക്കാരനും അർത്ഥനഗ്നനുമാണ് അവന്. ദേഹം മറയ്ക്കാനുള്ള വസ്ത്രവും ഇല്ല, അതുപോലെ പട്ടിണിയിലുമാണ്. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല, വിഭവങ്ങളൊന്നും അവന് ലഭിക്കുന്നില്ല. അതുപോലെ എന്താണ്, അവൻ ലഭിക്കുന്നില്ല, അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്ന വാർത്തയാണ്. അപ്പോൾ ബംഗാളിലെ ആദ്യകാല ഒരു വർത്തമാന പത്രമാണ് എന്ത്, ഈ പറയുന്ന സുലഭ് സമാചാർ. ഓക്കെ, സുലഭ് സമാചാർ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യക്കാർ ഈ ഒരു അവസ്ഥയിലായത്. പട്ടിണിയിലും അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ എത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തിരുന്നു എന്ന് നോക്കാം. ഈ പറഞ്ഞ ദേശീയ സമരം നടക്കുന്ന സമയത്ത് പത്രങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വർത്തമാന പത്രങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഓരോ ഭാഗത്തും ഓരോ അടിച്ചമർത്തലുകളാണ് നടക്കുന്നത്. അതിനെപ്പറ്റിയും കൂട്ടക്കൊലകളെ പറ്റിയും എല്ലാം ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി. അതായത് ഇന്ത്യയിൽ ഒരു സമയത്ത് അക്ഷരം അറിയാവുന്ന ഒരാൾ കാണും. ആ പുള്ളി ഈ ചായക്കടകൾ അങ്ങനെയുള്ള കടകൾ അവിടെ ഇരുന്ന് ഈ ന്യൂസ് കംപ്ലീറ്റ് വായിക്കും. അതാര് കേൾക്കും, ഈ പറയുന്ന അന്ന് ആ കടയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. അപ്പോൾ ഒരാൾ വായിക്കാൻ അറിയാവുന്ന ഒരാൾ കാണും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പം ന്യൂസ് പേപ്പർ എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഉള്ളത് റേഡിയോ സംപ്രേഷണങ്ങളായിരുന്നു. അതും എന്തുവാണ്, ഈ സമയത്ത് അവൈലബിൾ ആണോ നമുക്ക് അറിയത്തില്ല. ഇപ്പം ന്യൂസ് പേപ്പറിൻ്റെ കാര്യത്തോട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഈ പത്രങ്ങളിലൂടെ ന്യൂസ് വരുമ്പോഴാണ് ഇപ്പം നമ്മൾ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണല്ലോ നമ്മൾ പത്രം എടുത്ത് നോക്കുന്നത്. പുതിയ പദ്ധതികൾ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഓക്കെ, രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ,
ഭരണ സംവിധാനത്തിൽ ചേഞ്ച് വരുന്നുണ്ടോ, പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നിയമിതരാകുന്നുണ്ടോ നമ്മുടെ ബ്യൂറോക്രസിക്കകത്ത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ പത്രം പക്ഷേ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും എന്തായിരിക്കും, വയലൻസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളായിരിക്കും ഇപ്പോൾ വരുന്നത്. എങ്കിലും നമുക്ക് ആവശ്യമുള്ള വാർത്ത അവിടെ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഓക്കെ, സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഇവിടെ അടുത്താണ് നടക്കുന്നതാണോ, അല്ല ഇൻ്റർനാഷണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് പുറത്ത് രാജ്യങ്ങളിൽ നടക്കുന്ന വാർത്തയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ്, ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമില്ല, നമുക്കെല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. എന്തുവാണ്, ഓൺലൈൻ ന്യൂസസ് അവൈലബിൾ ആണ്, എല്ലാം ഓക്കെയാണ്. അതുപോലെ അന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഇത്രയും പക്ഷേ വൈഡായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്കൊരു വാർത്തയെ പറ്റി അറിയണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാർത്ത മനസ്സിലാക്കാമെങ്കിൽ അന്ന് അത്ര ഈസി അല്ലായിരുന്നു. പത്രങ്ങൾ വഴിയായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പലരും പല സ്ഥലങ്ങളിലും പ്രതിഷേധിക്കുന്നു എന്നുള്ളതും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഏതുവഴിയാണ്, ഈ പറയുന്ന ന്യൂസ് പേപ്പർ വഴിയാണ്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണങ്ങളെ പറ്റി എഴുതിയ അല്ലെങ്കിൽ പറഞ്ഞ ആളാരായിരുന്നടെ, ദാദാഭായ് നവറോജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തത്തിലാണ് അതിനെപ്പറ്റി പറയുന്നത്. അതാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. അതിനകത്താണ് ഈ പറയുന്ന ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റി, അതായത് ഇന്ത്യയുടെ പണം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വഴി ചോരുന്നത്, ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ മൂലം ചോർച്ച സംഭവിക്കുന്നതിനെ പറ്റി ബേസ് ചെയ്തിട്ട് പുള്ളി എഴുതിയ ഒരു ബുക്കാണ് എന്തുവാണ് ഈ പറഞ്ഞ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ പോയോ? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, പത്രങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണങ്ങളെക്കുറിച്ച് ജനങ്ങളെ എന്ത് ചെയ്തു, ബോധവാന്മാരാക്കി. സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതെല്ലാം നാട്ടുകാർ എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പത്രങ്ങൾ വഴിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളുടെ വിവരവും നൽകി. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങാണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവം ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അവിടെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ, അതുപോലെ ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധമൊക്കെ നടന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള ന്യൂസുകളും വരുന്നുണ്ട്. ആ സമയത്ത് പലതരത്തിലുള്ള ആഫ്രിക്കൻ കോളനികളും അതുപോലെ യൂറോപ്പിൻ്റെ പല കോളനികളും എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യം നേടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വാർത്തകളാണ്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളിൽ എത്തിക്കപ്പെടുന്നുണ്ട്. ഇനി പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്തയും ഇന്ത്യയിലെമ്പാടും എന്ത് ചെയ്യുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. ക്ഷാമം ഒരു പ്രശ്നമായിരുന്നു, ദാരിദ്ര്യം മൂലം ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതുപോലെ പ്ലേഗ് എന്ന് പറയുന്ന രോഗം മൂലം ഒരുപാട് പേര് മരിച്ചതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പത്രങ്ങൾ എത്തിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു, ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മുന്നിൽ കൊണ്ട് എത്തിക്കാൻ ഈ പറയുന്ന പത്രങ്ങൾ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനി പത്രങ്ങൾ എഴുതിയത് ആൾക്കാരെ അല്ലെങ്കിൽ പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു, മെയിനായിട്ടുള്ള പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ആ പത്രങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കൾ, ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ് എന്ത് ചെയ്തേക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഓക്കെ, പത്രങ്ങൾ ഏതൊക്കെയാണ്, ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യറാണ് എന്ത്, ഹിന്ദു, സ്വദേശി മിത്രം എന്നീ രണ്ട് പത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി അമൃത ബസാർ പത്രിക, അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും കൂടെയാണ് അതിൻ്റെ ആൾക്കാർ. അതൊക്കെ ഏതാണ്, അമൃത ബസാർ പത്രിക. അപ്പം ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, രണ്ടും ഘോഷാണ്. ഓക്കെ, അടുത്തത് ബോംബെ സമാചാർ, അത് ഫർദൂർജി മർസ്ബാൻ. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്തേക്കുന്നത്, ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം ഇറക്കിയിരിക്കുന്നത്. കേസരി മറാത്ത, അതൊന്ന് നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുള്ളൊരു സംഭവമാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ്റെ പത്രങ്ങളാണ്. അതിലെനിക്ക് കേസരി എന്ന് പറയുന്ന എൻ്റെ അതിൻ്റെ ലാംഗ്വേജ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കേസരി ന്യൂസ് പേപ്പർ ഫൗണ്ടഡ് ബൈ മറാഠി ന്യൂസ് പേപ്പർ കേസരി എന്ന് പറയുന്നത് മറാഠി ന്യൂസ് പേപ്പർ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. കേസരി ലോകമാന്യ ബാൽ ഗംഗാധർ തിലക്, ബാലഗംഗാധര തിലകൻ എന്നല്ലേ എഴുതിയിരിക്കുന്നത്, അത് തന്നെ. കേസരി എന്ന് പറയുന്നത്
കേസരിയിൽ പഠിച്ചത് അത് മറാത്ത പത്രമാണ്. മറാത്ത ലാംഗ്വേജ് ഓക്കെ. മറാത്ത പത്രം, മറാത്തി ന്യൂസ് പേപ്പറാണ്. മറാത്ത എന്ന് എഴുതിയ ശരിയാവില്ല, മറാത്തി എന്നാക്കാമെങ്കിൽ. മറാത്തി ന്യൂസ് പേപ്പറാണ് ഓക്കെ. ഇനി മറാത്ത എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇംഗ്ലീഷ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. മറാത്ത Maratha, also called Maratha newspaper, was started by Balagangadhar. It was an English weekly newspaper. അത് ഇംഗ്ലീഷാണ് ഓക്കെ. മറാത്ത എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇംഗ്ലീഷും അത് വീക്ക്ലി ന്യൂസ് പേപ്പറാണ്. ലോഞ്ച്ഡ് അലോങ് സൈഡ് ദ മറാത്തി ന്യൂസ് പേപ്പർ കേസരി. കേസരി എന്ന് പറയുന്നത് മറാത്തി ന്യൂസ് പേപ്പറും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുമാണ്. ഇത് എടുത്ത് പറയാൻ കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ കണ്ടിട്ടുണ്ട് PSCയിൽ, അതുകൊണ്ടാണ്. കേസരി എന്ന് പറയുന്നത് മറാത്തി ലാംഗ്വേജിൽ ഉള്ള ന്യൂസ് പേപ്പറാണ്. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ആളാരാണ്? ബാലഗംഗാധര തിലകാണ്. ഇനി ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയുടെ പുള്ളി ഇറക്കിയ ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് എന്ത്? ബംഗാളി. ബംഗാളി എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനാഥ് ബാനർജി, ബംഗാളി ഓക്കെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് നമ്മുടെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ആള്, ദാദാഭായ് നവറോജി ഓക്കെ. പുള്ളിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്ത ആള് ഷോം പ്രകാശ്, അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നമ്മുടെ വിധവാ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഏത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം ഇറക്കിയ പത്രമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഷോം പ്രകാശ് എന്ന് പറയുന്നത്. ഷോം പ്രകാശ്. അതേപോലെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, അത് മിസ്സസ് ആനി ബെസന്റിന്റെ 2 പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ അതുപോലെ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയാണ് പുള്ളിക്കാരിയുടേത് ഓക്കെ. അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ, ഏതാണ്? മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. അതുകൂടെ ഒന്ന് നോക്കാം. യങ് ഇന്ത്യ, ശരി മഹാത്മാഗാന്ധി അല്ലേ, അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. യങ് ഇന്ത്യ ഗൂഗിള് പിന്നെ അറിയാം നമ്മൾ ഇതിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. കാരണം ഈ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ വാസ് എ വീക്ക്ലി പേപ്പർ ഓർ ജേർണൽ ഇൻ ഇംഗ്ലീഷ് പബ്ലിഷ്ഡ് ബൈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫ്രം 1919 to 1931. അതായത് ഇംഗ്ലീഷിലുള്ള പബ്ലിഷിംഗ് ചെയ്ത സാധനമാണ് ഈ പറഞ്ഞ യങ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലേ യങ് ഇന്ത്യയും ഹരിജനും. ഹരിജൻ ഏത് ലാംഗ്വേജ് ആണെന്നും കൂടെ നോക്കണം. ഹരിജൻ Mahatma Gandhi started the weekly newspaper called Harijan, and he is also Gujarati as Harijan Bandhu and Hindi has Harijan Sevak. അപ്പം ഹരിജൻ മാഗസീൻ ഏത് ലാംഗ്വേജ് ആണ്? ഹിന്ദിയിൽ ഹരിജൻ സേവക് എന്നും പറഞ്ഞു, ഗുജറാത്തിയിൽ ഹരിജൻ ബന്ധു എന്നും പറഞ്ഞിട്ട് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ്. ഹരിജൻ വാസ് ഫൗണ്ടഡ് ടു റീപ്ലേസ്, അത് വിക്കിപീഡിയ ആണല്ലേ. Harijan newspaper published by Mahatma Gandhi was primarily in English. അത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ്. However, he also published it in other Indian languages including Gujarati. ഗുജറാത്തിക്കകത്തത് ഹരിജൻ ബന്ധു എന്നും ഹിന്ദിയിൽ അത് ഹരിജൻ സേവക് എന്നുമാണ് പറയുന്നത് ഓക്കെ. അപ്പോൾ ഹരിജൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള പത്രം എന്താണ്? ഇംഗ്ലീഷാണ്. ഗുജറാത്തി ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഇതിന് തന്നെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഹരിജൻ ബന്ധു എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഭാഷയിലാണ്. ഹരിജൻ സേവക് എന്ന് പറയുമ്പോൾ അത് എന്താണ്? അത് ഹിന്ദി ഭാഷയിലുള്ളതാണ് ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ് ആനി ബെസന്റ്. ഇനി അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഓക്കെ. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് എന്ത്? അൽ ഹിലാൽ. ഇനി വന്ദേ മാതരം എന്ന് പറയുന്നത് ആരതാണ്? ലാലാ ലജപത് റോയുടേതാണ്. എന്ത്? വന്ദേ മാതരം. അതുകൊണ്ട് നോക്കിക്കോട്ടെ. ലാലാ ലജപത് റോയ് വന്ദേ മാതരം. ഉറുദുവിലുള്ളതാണ് കേട്ടോ. ദ ഉറുദു ഡെയിലി ന്യൂസ് പേപ്പർ വന്ദേ മാതരം വാസ് ഫൗണ്ടഡ് ബൈ ലാലാ ലജ്പത് റോയ്. ഇറ്റ് വാസ് എ കീ പബ്ലിക്കേഷൻ ഡ്യൂറിംഗ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ദ ന്യൂസ് പേപ്പർ എയിംഡ് ടു പ്രൊമോട്ട് നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് ആൻഡ് വാസ് എ പ്ലാറ്റ്ഫോം ഫോർ എക്സ്പ്രസിംഗ് വ്യൂസ് അഗൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള എതിരെ ഉള്ള എന്താ പറയുക, എയിംഡ് ടു പ്രൊമോട്ട് നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ്, അതായത് ദേശീയത പ്രൊമോട്ട് ചെയ്യുന്നതിനും
അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കണ്ടന്റാണ് ഈ പത്രം അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, വന്ദേ മാതരം എന്ന് പറയുന്നത് ഉറുദു ഭാഷയിലുള്ള ഡെയിലി ന്യൂസ് പേപ്പർ ആയിരുന്നു. ഓക്കെ, ആരാണ്? ലാലാ ലജപത് റോയ് ആണ് അതിന്റെ ഫൗണ്ടർ. ഓക്കെ, അത് ഉറുദു ഭാഷയാണ്. വന്ദേ മാതരം ഉറുദു. ഓക്കെ, അടുത്തത് ഇത് രണ്ടും ഹരിജനും ഇതും എന്തായിരുന്നു? അത് ഇംഗ്ലീഷിലായിരുന്നു. ഓക്കെ, ന്യൂ ഇന്ത്യ അതാ, ബാക്കി ഞാൻ നോക്കിയിട്ടില്ല, ഞാനൊരു കുറച്ച് ഇതായിട്ട് തോന്നിയതാണ് നോക്കിയത്. ഇനി നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ അല്ലേ, അത് ഇംഗ്ലീഷ് ആവാനാണ് ചാൻസ്. നോക്കാം എന്തായാലും. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ. The language of the nation newspaper varies depending on nation newspaper founder. അതല്ലോ, പുള്ളിയുടെ പേര് ഏതായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? നേഷൻ ന്യൂസ് പേപ്പർ ഗോഖലെ, ഇതാണ് ആള്. ഗോപാലകൃഷ്ണ ഗോഖലെ ഫൗണ്ടർ ദ ഇംഗ്ലീഷ് വീക്കിലി, ഇംഗ്ലീഷ് തന്നെ, ന്യൂസ് പേപ്പർ ദ ഹിതവാടയോ അങ്ങനെ എല്ലാവരും ഹിതവാദി എന്നും കണ്ടല്ലായിരുന്നു. ആൻഡ് വാസ് ദ പ്രോമിനന്റ് ഇന്ത്യൻ നാഷണൽ ലീഡർ ആൻഡ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾസ് വെൽ ബീയിങ് വാസ്, അതല്ലല്ലോ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ന്യൂസ് പേപ്പർ അല്ലേ ഇപ്പം നേഷൻ. ഓക്കെ, അത് ചേഞ്ച് ഉള്ളത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ നേഷൻ്റെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നേഷൻ ഇപ്പം അടിച്ചിട്ട് കിട്ടുന്നില്ല, ചെക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊന്നുകൂടെ നോക്കാം. എന്തുവായിരുന്നു? ആദ്യത്തെ ആളാരായിരുന്നു? ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്വാൻ. അടുത്ത കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്. അതിൽ കേസരി എന്ന് പറയുന്ന മറാത്തി ലാംഗ്വേജിലുള്ള പത്രവും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പത്രമാണ്. പിന്നെ ബംഗാളി എന്ന് പറയുന്ന സുരേന്ദ്രനാഥ് ബാനർജിയുടെ പത്രമാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അതുപോലെ ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സസ് ആനി ബെസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. 2 ഇംഗ്ലീഷ് പത്രങ്ങളാണ്. അൽ ഹിലാൽ എന്ന് പറയുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന് പറയുന്നത് ലാലാ ലജ്പത് റോയ് ആണ്. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇതിലെന്തെങ്കിലും ഇത് ഏത് ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്തിട്ടേക്കാം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ഈ ചെക്ക് ചെയ്തിട്ടേക്കുന്നത്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജിയുടേത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ബംഗാളി എന്നല്ലേ, ചിലപ്പോൾ ബംഗാളി ഭാഷയായിരിക്കും. തുടങ്ങിയ ബംഗാളി ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ദ ബംഗാളി വാസ് ഫൗണ്ടഡ് ബൈ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇൻ 1862. അതായത് 1862 ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ഈ സംഭവം തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലേറ്റർ എഡിറ്റഡ് ബൈ സുരേന്ദ്രനാഥ് ബാനർജി. പിന്നീടാണ് അത് ആര് ഏറ്റെടുക്കുന്നത്? ഈ പറയുന്ന സുരേന്ദ്രനാഥ് ബാനർജി ഏറ്റെടുത്തിട്ട് അതിൽ ഡെയിലി ന്യൂസ് പേപ്പറാക്കി മാറ്റുന്നതെന്ന്. വീക്കിലി ന്യൂസ് പേപ്പർ ആയിരുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷ് തുടങ്ങിയപ്പോൾ, വീക്കിലി ആയിരുന്നു. സുരേന്ദ്രനാഥ് ബാനർജി ഏറ്റെടുത്തതിന് ശേഷം അതെന്തായി? അത് ഡെയിലി ന്യൂസ് പേപ്പർ ആയിട്ട് മാറിയെന്നാണ്. ഓക്കെ, പിന്നെ അതെന്താണ്? പിന്നെ എന്താ പറയുന്നത്? ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ദ ഇവരുടെ സൈറ്റ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി എന്തോ വേറെ ആരായിരുന്നു? അപ്പോൾ അത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തന്നെ. ഇനി ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ ഷോം പ്രകാശ് എന്നും പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് തപ്പി നോക്കാം. ഷോം പ്രകാശ് കിട്ടോ എന്തോ. founder Shom Prakash newspaper founder Ishwarachandra Vidyasagar. The newspaper Shom Prakash also known as Shom Prakash was founded by Ishwarachandra Vidyasagar. It was a Bengali weekly newspaper established in 1858. The Bengali weekly newspaper ആണ് with Dwarakanand Vidyabhushan as its editor. Editorന്റെ പേര് കൊടുത്തിരിക്കുന്നു. And the paper played a significant role in the Indigo movement and addressed various social and political issues of the time. അതായത് ഇൻഡിഗോ നമ്മുടെ നീലം കർഷകരുടെ കലാപം ഇല്ലേ ബംഗാളിലെ, അതൊക്കെ അഡ്രസ്സ് ചെയ്ത ഒരു പേപ്പറാണെന്നാണ് പറയുന്നത്. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. വേറെന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞില്ല. ബംഗാളി വീക്കിലി ആണത്. ഓക്കെ, ബംഗാളി ആണ് ലാംഗ്വേജ്. പേപ്പർ ബംഗാളിയാണ്, പബ്ലിഷ്ഡ് ഇൻ ബംഗാളി. ഓക്കെ, ബംഗാളി ഭാഷയിലുള്ളതാണ്.
എന്താണ് ഷോം പ്രകാശ്, ഇത് ബംഗാളി. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. വോയിസ് ഓഫ് ഇന്ത്യ അത് ഇംഗ്ലീഷ് ആവാനാണ് വഴി. വോയിസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ ലാംഗ്വേജ്. വോയിസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മറാത്തി, 2 ഭാഷയിലും ഉണ്ട് കേട്ടോ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദാദാഭായ് നവറോജി ഇൻ 1833 ആൻഡ് പബ്ലിഷ്ഡ് മന്ത്ലി ബൈ ദ ബോംബെ ഗസറ്റ് സ്ട്രീം പ്രസ് ഇൻ ബോംബെ. അതായത് മന്ത്ലി ആണ് ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ആൻഡ് മറാത്തി ലാംഗ്വേജിൽ 2ലും ഉണ്ട് വോയിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് മറാത്തി ഉണ്ട്, അതുപോലെ തന്നെ ഏതുകൊണ്ട് ഇംഗ്ലീഷും ഉള്ളതാണ് ഈ പറയുന്ന വോയിസ് ഓഫ് ഇന്ത്യ. ആരതാണ്? ദാദാഭായ് നവറോജിയാണ്. ഏകദേശമുള്ള കുറച്ച് കുഴപ്പമില്ലാത്തവരെ മീൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയ കുറച്ച് പേരാണ് ഈ ലാംഗ്വേജും കൂടെ പറഞ്ഞിട്ടേക്കുന്നത്. ആദ്യമുള്ളവരുടെ ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, അവരുടെ അമൃത ബസാർ പത്രിക അതങ്ങനെ കേട്ടതായിട്ട് ഓർമ്മയില്ല. അതായത് അങ്ങനെ എന്തുവാണ് ചോദിച്ച് കണ്ടതായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് അതും കൂടെ നോക്കിയിട്ടേക്കാം. അത് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഒരു മിനിറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു പത്രം ഒരു നല്ല ഉപാധിയായി സ്വീകരിച്ചു. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്. പത്രപ്രസിദ്ധീകരണം ഒരു സാമൂഹിക സേവനമായാണ് കണക്കിലാക്കിയിരുന്നത്. ഇപ്പോൾ ബിസിനസ്സാണ്. ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഗവൺമെൻറ് അതിപ്പോൾ ഇപ്പോഴത്തെ പത്രമായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വലിയ രീതിക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതാകുന്നില്ല എങ്കിലും, ഭയങ്കരമായിട്ട് വിമർശിക്കുന്നില്ല എങ്കിലും ഒരു വിധത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടേ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം ദേശീയതയിൽ ഊന്നിയ അല്ലെങ്കിൽ ആ ദേശീയത ആണ് നമ്മുടെ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളിയിൽ ആരംഭിച്ച സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാദ് ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് നൽകി. അപ്പോൾ സംവാദ് കൗമുദി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇറക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയതാണ് മിറാദ് ഉൽ അക്ബർ. അത് പേർഷ്യൻ ഭാഷയാണ്. ഭാഷ കൂടെ ഓർത്തു വെച്ചേക്കണേ. എന്നിവ ആരിറക്കിയതാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് അത് രണ്ടും ഇറക്കിയത്. ദേശീയതയിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അത്തരത്തിലുള്ള പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയിലുള്ളത് മിറാദ് ഉൽ അക്ബർ. ഓക്കെ, എന്നിട്ട് എഴുതിയേക്കുന്നത്, ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. അപ്പോൾ ഈ ഓരോ ദേശീയ നേതാക്കളുണ്ടല്ലോ, നമ്മളിപ്പോൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവരെല്ലാവരും ഓരോ ബാലഗംഗാധര തിലകായാലും ദാദാഭായ് നവറോജി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇവരെല്ലാം ഓരോ പ്രസ്ഥാനത്തിലുണ്ട്. ഓക്കെ, ആ ഒരു പ്രസ്ഥാനങ്ങളുടെ പേരാണ് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചത്. ഓരോരുത്തരുടെ പ്രസ്ഥാനങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ വല്ല പ്രസ്ഥാനം പറഞ്ഞായിരുന്നാടെ? ഇല്ലല്ലോ. അപ്പം മിക്കവാറും ഉള്ള ആനി ബസന്റിന്റെ ഒരു പ്രസ്ഥാനം പറയുന്നുണ്ട്. അതുപോലെ എന്തുവാണ്, ഇവരിൽ മിക്കവാറും ഉള്ളവരെല്ലാം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കും. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ആ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അപ്പോൾ ഇത്തരത്തിൽ ലോകത്ത് നടക്കുന്നതും അതുപോലെ ഇന്ത്യയിൽ നടക്കുന്നതും ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ ഇതുപോലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ കാര്യവുമൊക്കെ ജനങ്ങൾ അറിയുന്നത് എന്തുകൊണ്ടും ബ്രിട്ടീഷുകാർക്ക് നല്ലതല്ല. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം, ഇതിനെ തടയണം. എങ്ങനെയെങ്കിലും ഇവയെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം.
വേർണക്കുലർ പ്രസ് ആക്ട് എന്തുവാ പറയുന്നത് 1878 1878 ലിട്ടൺ പ്രഭുവാണ് എന്ത് ചെയ്തത്, ഇത് നടപ്പിലാക്കിയത്. ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം വേർണക്കുലർ പ്രസ് ആക്ട് എന്നാണ് അതിനെ പറയുന്നത്. അത് എന്തുവാ പറയുന്നതെന്ന് നോക്കാം. ഇതിലൂടെ പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു, ഏർപ്പെടുത്തി. അപ്പോൾ പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബംഗാളി ഭാഷ പ്രാദേശിക ഭാഷയാണ്, മറാത്തി ഭാഷ പ്രാദേശിക ഭാഷയാണ്. അപ്പോൾ ഈ പ്രാദേശിക ഭാഷയിൽ പത്രം ഇറക്കിയാലല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് മാത്രമേ എന്ത് മനസ്സിലാവൂ, ഈ പറയുന്ന ഇംഗ്ലീഷ് പത്രം വായിച്ച് അതിനകത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പ്രാദേശിക ഭാഷയിൽ അവർ മറാത്തിയിലും ബംഗാളിയിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പറുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത്, അത് പ്രസിദ്ധീകരിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു നിയമം പാസാക്കി. അതാണ് 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം. അത് ലിട്ടൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഓക്കെ, എന്നിട്ട് എന്തോ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെൻറ് അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ മിണ്ടായിരിക്കുമോ, നമ്മുടെ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ്, ആ പ്രസ്ഥാനത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, അതുമൂലം സമൂഹത്തിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പത്രമാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആ പത്രത്തെ എന്ത് ചെയ്യത്തില്ല, അവരെന്ത് ചെയ്യില്ല, അതിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കും. അപ്പോൾ ഒടുവിൽ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനെ അത് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ അക്കാലത്ത് പത്രങ്ങൾ വായിക്കാനും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. അതായത് അപ്പോൾ പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും, അതായത് വാർത്ത വായിച്ചാൽ മാത്രം പോരാ, ആ വാർത്ത കേട്ട വാർത്തയും അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ വാർത്തയും എല്ലാവരിലും കൊണ്ടെത്തിക്കുക എന്നുള്ളതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും എല്ലാം എന്തിൻ്റെ ഭാഗമാണ്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് എന്ത് ചെയ്തു, ജനങ്ങൾ കണക്കാക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് പറയാൻ പോകുന്നത്, വിദ്യാഭ്യാസം ദേശത്തിന്. ഇനി എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അവർക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണം. ഓക്കെ, അപ്പം അങ്ങനെ ആക്കി എടുക്കണം. അതിനുവേണ്ടി അവരെന്തോ പറയുന്നത്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. അതായത് വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു ജനതയായിട്ട് ഇന്ത്യൻ ജനത മാറും. ആര് പറഞ്ഞു, രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു, ബ്രഹ്മ സമാജം എന്നാണ്. അദ്ദേഹത്തിൻ്റെ 2 പത്രം ഉണ്ടായിരുന്നു. ബംഗാളി ഭാഷയിലുള്ള പത്രത്തിൻ്റെ പേര് സംബാദ് കൗമുദി തന്നെ, സംബാദ് കൗമുദി. അതുപോലെ പേർഷ്യൻ ഭാഷയിലുള്ളത് മിറാദ് ഉൽ അക്ബർ. ഓക്കെ, അടുത്ത എന്തോ പറഞ്ഞേക്കുന്നത്, അടുത്ത ആളാരാ, പോയോ, ഒരു മിനിറ്റ്, നമ്മൾ എവിടം വരെ പോയിന്ന്, ഇവിടം വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലുകളും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ എന്താണ് പറയുന്നത്, പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വിദ്യാഭ്യാസം നേടിയാൽ അവർക്കെതിരെയുള്ള കടന്നാക്രമണവും അതുപോലെ തന്നെ ക്രൂരതകളും അടിച്ചമർത്തലുകളും അവരെന്ത് ചെയ്യും, ഒറ്റക്കെട്ടായി നേരിടാൻ അവർക്ക് കഴിയുമെന്ന് കേശവ് ചന്ദ്ര സെൻ പറയുന്നുണ്ട്. കേശവ് ചന്ദ്ര സെൻ. അടുത്തത്, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് ആര് പറഞ്ഞു, വീരേശലിംഗം പന്തലു. പുള്ളിയുടെ പ്രസ്ഥാനത്തിന്റെ പേരെന്തുവായിരുന്നു, വീരേശലിംഗം പന്തലു. എനിക്ക് തോന്നുന്നു സത്യശോജക് സമാജോ എന്തുവായിരുന്നത്, അങ്ങനെ എന്തോ അല്ലായിരുന്നു അവിടെ പേര്, സത്യശോധക് സമാജ്. അത് ജ്യോതിബ ഫുലെയാണ്. നമ്മൾ ചോദിച്ചത് വീരേശലിംഗം പന്തലു, ഹിതകാരിണി സമാജം. കേട്ടോ, മാറിപ്പോലെ, ഹിതകാരിണി സമാജമാണ്. ഞാനിതിപ്പോഴാണ് പഠിച്ചത്, അതാണ് ഇത് എനിക്കും തിരിഞ്ഞു പറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വീരേശലിംഗം പന്തലുവിൻ്റെത് ഹിതകാരിണി സമാജം, ജ്യോതിബ ഫുലെയുടേതാണ് സത്യശോധക് സമാജം. ഓക്കെ, തിരിയതിലൊന്ന് വിശ്വസിക്കാം, നമുക്ക് ബാക്കി പോകാം. എന്തുവാ, ഓക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാടുകളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകമാകുമെന്ന് ഇവ പരിശോധിച്ച് കണ്ടെത്തും. സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. എന്താണ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലൂടെയേ സമൂഹം മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ഐക്യം നിലനിർത്താൻ കഴിയും.
അതെങ്ങനെയാണല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാളടുത്ത് പറയുന്നു, അയാൾക്കത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് നാടിന് വേണ്ടിയാണെന്നും എനിക്ക് എൻ്റെ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുള്ളിയെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അതിന് പുള്ളിക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. എങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കാൻ പറ്റും. ചിലരെയൊന്നും നമുക്ക് ചില കാര്യങ്ങൾ ഇനി എത്ര തന്നെ പറഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യത്തില്ല, അവർക്കത് മനസ്സിലാവത്തില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അത് വേറെ. ഇത് നമുക്ക് ഏകദേശം ഒരു ജനറൽ ഐഡിയ വെച്ചിട്ട് ഒരേ കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരു മിനിമം വിദ്യാഭ്യാസം വേണം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐക്യം നിലനിർത്താൻ എന്ത് വേണം? ഈ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇനി മാറ്റത്തിൻ്റെ വക്താക്കളാകാൻ പോകുന്നത് ആരാണ്? വിദ്യാസമ്പന്നരാണ്. വിദ്യ കൊണ്ട് നമുക്ക് ഇത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക, സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു ലൈനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് കുറച്ച് ഒരു റിലവൻ്റ് ആയിട്ടുള്ള ലൈനാണത്. വിദ്യ കൊണ്ട് നമുക്ക് പ്രബുദ്ധരാകാം, സംഘടന കൊണ്ട് നമുക്ക് ശക്തരും ആവാം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിന് എന്ത് ചെയ്യണം? ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അതായത് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ പറ്റി മനസ്സിലാക്കി ആ ഇന്ത്യൻ സമൂഹത്തെ അടിമപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തത് എന്തായിരുന്നു? അവരും ഇവിടെ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആദ്യം പണിതത്. ഓക്കെ, എന്നിട്ട് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. നമുക്ക് നമ്മുടെ സമൂഹത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് തന്നെയാണ് വേണ്ടത്? വിദ്യാലയങ്ങളാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗങ്ങൾക്കും നൽകാൻ കഴിഞ്ഞു. അപ്പോൾ ദേശീയ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മതേതര, അല്ലെങ്കിൽ ഇന്ന മതമാണ് അങ്ങനെയാണെന്നും ഇല്ല, എല്ലാ മതത്തിലുള്ളവർക്കും എന്ത് നൽകുക? വിദ്യാഭ്യാസം നൽകുക. ആ ഒരു ഐഡിയയിൽ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുക. 1884 ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ദേശീയത ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എന്തുണ്ടാക്കുക, എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതിന് വേണ്ടിയിട്ട് 1884 എന്ത് സ്ഥാപിതമാകുന്നത്? ഈ പറയുന്ന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് സ്ഥാപിതനാകുന്നത്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഇതെവിടാണ്? പൂനെയിലാണ്. ഓക്കെ, ഇനി ഇതാണ് ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം. 1835 ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്കൂൾ ഉണ്ടായെന്ന് പറഞ്ഞ 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരം, അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞ 1835 ആ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഈ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡെക്കാൻ തിയോസഫി, അത് തന്നെ ഒരു മിനിറ്റ് പേരെന്നൂടെ നോക്കിക്കോട്ടെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 എന്ത് ചെയ്തേക്കുന്നത്? ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ചിഹ്നമാണ് കൊടുത്തേക്കുന്നത്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്ര. അതുപോലെ തന്നെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് പൂന. ഓക്കെ, ഫർഗൂസൺ കോളേജ് പൂന, ആ ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഈ ഒരു ഐഡിയയിലാണ് ഇന്ത്യക്കാരുടെ അതായത് എല്ലാ മതേതര വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി ജി അഗർക്കർ, ബാലഗംഗാധര തിലക്, അതുപോലെ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1884 സ്ഥാപിതമായത്. ആ ഒരു സൊസൈറ്റിയുടെ സഹായത്തോടെ സ്ഥാപിച്ച കോളേജാണ് ഫർഗൂസൺ കോളേജ് പൂനെ. ഓക്കെ, ഇത് പൂനെയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇനി ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണെന്ന് ഇതിൻ്റെ സ്ഥാപകർക്ക് ഉന്നത ബോധം അല്ലെങ്കിൽ ഉത്തമ ബോധം ഉണ്ടായിരുന്നു. ഇനി എന്താ എഴുതിക്കുന്നത്? 1905
ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. ഓക്കെ, ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ചതാണ് ഈ സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ കൂടെയാണ് ശക്തമായെന്നങ്ങാണ്ടാണ് പറഞ്ഞു നിർത്തിയത് അവിടെ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ എന്ത് ചെയ്തു, സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ചതാണ് സ്വദേശി പ്രസ്ഥാനം. ആ സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 ഡി കെ കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി.കെ. കാർവേയാണ്. 1916 എവിടെ? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹിക അനാചാരങ്ങളോടുള്ള എതിർപ്പും ദേശീയ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു. അപ്പോൾ അവർ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? അവർ പാശ്ചാത്യ വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്? സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള എതിർപ്പും അതുപോലെ തന്നെ ദേശീയമായ കാഴ്ചപ്പാടും കൂടെ ഉണ്ടാക്കുക. അതായിരുന്നു ഈ പറയുന്ന ദേശീയ വിദ്യാലയങ്ങളുടെ മെയിനായിട്ടുള്ള എയിം. അത് ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഡി.കെ. കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. എവിടാണ്? മഹാരാഷ്ട്രയിലാണ്. 1916 ഇന്ത്യയിൽ ഇതുപോലെ ദേശീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സൊസൈറ്റി സ്ഥാപിതമാകുന്നത് 1884 എവിടാണ്? പൂനെയിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഓക്കെ, ഇനി രവീന്ദ്രനാഥ ടാഗോർ, പുള്ളി അറിയാലോ, നമ്മുടെ ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനം എഴുതിയത് പുള്ളിയാണ്. ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. അപ്പോൾ വിശ്വഭാരതി സർവകലാശാല എന്ന് പറയുന്നത് ബംഗാളിൽ സ്ഥാപിച്ചതാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിച്ചത്. പുള്ളിയാണ് ഇതായിരിക്കുന്നത്. ഇത് നമ്മുടെ മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പോൾ അന്തർദേശീയ സാഹോദര്യത്തിനും എന്ത് ചെയ്തു? ഊന്നൽ നൽകിക്കൊണ്ട് വിശ്വഭാരതി സർവകലാശാല സ്ഥാപകനാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗാളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. അപ്പോൾ പാശ്ചാത്യ സംസ്കാരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പൗരസ്ത്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടേതായിട്ടുള്ള തനത് സംസ്കാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് എന്തിലുണ്ടായിരുന്നത്? ഈ പറയുന്ന വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയിരുന്നു. പിന്നെ പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? ലക്ഷ്യമിട്ടതെന്നും പറഞ്ഞു. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, അതുപോലെ ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ, എം.എ. അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഓക്കെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച എന്താണ്? ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച സമയത്ത് രൂപീകരിച്ച മറ്റൊരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഈ പറയുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒറ്റ പേരാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന്. ഓക്കെ, മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? ഏത് മതം ഇന്ന മതം നോക്കിയല്ല അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നത്. മതേതരമാണ്. ഇത് ഏത് മതക്കാർക്കും എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ
കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അത് നമുക്കറിയാമല്ലോ, ഇവർ വരുന്നതോടുകൂടി നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക സ്ഥിതി കംപ്ലീറ്റ്ലി അങ്ങ് തകിടം മറിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇവർ ഈ പറഞ്ഞ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയൊക്കെ കടന്നു വരവ് മൂലം ഇന്ത്യയുടെ പാരമ്പര്യമായിട്ടുള്ള കുറേ കലാരൂപങ്ങളും അതിനെയൊക്കെ തകർച്ച ഉണ്ടായെന്നാണ് പറയുന്നത്. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. അപ്പോൾ ഈ പറയുന്ന കലാരൂപങ്ങൾ എന്ത് ചെയ്തു പോകരുത്, മൺമറഞ്ഞു പോവരുത്, അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഈ ലക്ഷ്യത്തോടെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കലാമണ്ഡലം സ്ഥാപിച്ചു. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശ്ശൂരിൽ എന്ത് ചെയ്യുന്നത്, കലാമണ്ഡലം സ്ഥാപിച്ചത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ മൺമറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മഹാകവി വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം, തൃശ്ശൂരാണ്. ഓക്കെ, 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ വാർധ പദ്ധതി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 1937 മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. ആ പദ്ധതി എന്താണ്, ബേസിക്കായിട്ട് എന്താ പറയുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി എന്ത് ചെയ്തു, അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി വാർധ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. അത് മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ്. 1937 എന്ത് ചെയ്തേക്കുന്നത്, ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തേക്കുന്നത്, നയി താലീം. എന്താണ് നയി താലീം? ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു. ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയി താലീം, നൂതന വിദ്യാഭ്യാസം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ പുള്ളി ഈ നയി താലീം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും അതുപോലെ തന്നെ നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്യണം, നൽകണം. അത് ഏത് ഭാഷയിൽ നൽകണം, മാതൃഭാഷയിലാണ് നൽകേണ്ടത്. അവരുടെ മാതൃഭാഷ ഏതാണോ അതിൽ തന്നെ അവർ പഠിക്കട്ടെ എന്ന്. ഓക്കെ, ഇനി ആ വിദ്യാഭ്യാസത്തെയാണ് നയി താലീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉൽപാദനക്ഷമമായ ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ, വിദ്യാഭ്യാസം നൽകുക. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർധ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന നയി താലീം അല്ലെങ്കിൽ വാർധ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നല്ലേ പറഞ്ഞത്, വാർധ വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് തുടങ്ങാനുള്ളത്, അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അടുത്ത സെക്ഷൻ എന്താണ്, സാഹിത്യവും ദേശീയതയുമാണ്. സാഹിത്യം ഏതൊക്കെ രീതിയിൽ വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് പ്രധാന സാഹിത്യകാരന്മാർ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കഥ ഒന്നുകൂടെ നോക്കാം. ഇച്ചിരി ലേറ്റായി പോയി, കാര്യം എന്ത് ചെയ്യാനാ, സമയം, കറണ്ട്, നെറ്റ് അങ്ങനെ എല്ലാം നോക്കിയല്ലേ നടക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ തുടങ്ങിയത്, സംസ്കാരവും ദേശീയതയുമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ തുടങ്ങിയത് എന്താണ്, സാംസ്കാരിക 2 തരത്തിൽ ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലത്തിലും ഒക്കെ 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ, ഒന്ന് എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. ഓക്കെ, പിന്നെ ഈ കോളനിവൽക്കരണവും ദേശീയത എന്ന് പറയുന്ന കാഴ്ചപ്പാട്. കോളനിവൽക്കരിക്കണമെങ്കിൽ രാജ്യത്തെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം, അവരുടെ സംസ്കാരം എങ്ങനെയാണ്, സാമൂഹിക ജീവിതം എങ്ങനെയാണ്, എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ കൃതികളെ അവർ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുകയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവർ പലതരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, കൽക്കട്ട മദ്രസ, ബനാറസ് സംസ്കൃത കോളേജ് അങ്ങനെയെല്ലാം സ്ഥാപിച്ചു.
അത് സ്ഥാപിച്ച മാത്രം പോരാ, അവർക്ക് വേണ്ടത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെയായിരുന്നു. അതിനുവേണ്ടി അവരവിടെ എന്ത് ആരംഭിക്കുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. 1835 ഇന്ത്യയിൽ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നു. അതിലൂടെ ഇന്ത്യൻകാരായ എങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം കാണിക്കുന്നതുമായിട്ടുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള മൈൻഡിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പരിപാടി ഇവിടെ തുടങ്ങി. പക്ഷേ വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തികൾക്ക് എന്ത് മനസ്സിലാവുന്നു? എന്താണ് ജനാധിപത്യം, എന്താണ് യുക്തിചിന്ത, എന്താണ് തുല്യനീതി, ഇതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരായ ഇവർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും അതുപോലെ അനുഷ്ഠാനങ്ങൾക്കും സാമൂഹിക ആചാരങ്ങൾക്കും ഒക്കെ എതിരെയായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്ക് വരുവാണ്. അവരത് കലയിലായാലും സാഹിത്യത്തിലും എല്ലാം അത് പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. സാമൂഹികമായ ഒരു ഐക്യബോധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ബ്രിട്ടീഷുകാരെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു ഐഡിയയിലിട്ട് ഇവർ വരുന്നു. എന്നിട്ടാണ് അവർ എങ്ങോട്ടേക്ക് പോകുന്നത്? സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന ഐഡിയയിലോട്ട് പോകുന്നത്. ഇനി സമൂഹത്തെ ബെറ്റർ ആക്കുക, സമൂഹത്തിലുള്ള ഈ പറയുന്ന അനീതികളെല്ലാം ഇല്ലാതാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ ഇല്ലാതാക്കിയ സമൂഹത്തിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കും. ആ ഐക്യത്തിലൂടെ ബ്രിട്ടീഷുകാരെ നേരിടാം. അതിനുവേണ്ടി അവർ പ്രധാനമായിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അനാചാരങ്ങളെ എതിർക്കുകയും വേണം, പൗരാവകാശങ്ങളെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ അത് ബേസിക്കലി ഇതാണ് അവരുടെ ആവശ്യം. അതിനവർക്ക് വേറെ പല കാര്യങ്ങളും എന്ത് ചെയ്യണമായിരുന്നു? നടപ്പിലാക്കണമായിരുന്നു. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യണം, എല്ലാവരുടെ അവകാശം സംരക്ഷിക്കണം, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, വിധവാ പുനർവിവാഹം നടപ്പിലാക്കണം, ശൈശവ വിവാഹം, അതുപോലെ പൗരാഹിത്യ മേധാവിത്വം, ഇവയെല്ലാം എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തത്? ഓരോ എന്ത് ചെയ്യുവാണ്? സമാജങ്ങൾ, പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൽ മെയിനായിട്ട് പറയുന്ന ആളാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന പുള്ളി ബ്രഹ്മസമാജം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് സ്ഥാപിക്കുന്നത്. ആ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും സതിക്കെതിരെയൊക്കെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ സ്ത്രീകൾക്ക് സ്വത്തിന്മേൽ അവകാശമുണ്ട് എന്നുള്ള സ്വത്തിന്മേൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ആൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. വിധവാ പുനർവിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം ഇവിടെ നമ്മുടെ ഈ പറയുന്ന ചരിത്രത്തിൽ ഇടം നേടുന്നത്. 1956 അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയ മൂലമാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം എന്ത് ചെയ്തത്? പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണ്ഡിത രമാഭായി ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ബോംബെയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭരണ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പരിഷ്കർത്താക്കളും അവരുടെ ആശയങ്ങളും ഒക്കെയാണ് പഠിച്ചത്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, പിന്നെന്താണ് സത്യശോധക സമാജ് ജ്യോതിബാ ഫുലെ, സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അത് EV രാമസ്വാമി നായ്ക്കർ അഥവാ പെരിയാർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. എന്നിട്ട് എന്തോ എടുത്തേക്കുന്നത്? പിന്നെ ഇവർ ഈ ഒരു ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനം മൂലം പല നിയമങ്ങളും ആർക്ക് നടപ്പാക്കേണ്ടി വന്നു? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് നടപ്പാക്കേണ്ടി വന്നു. അതിൽ ചിലതാണ് ഈ പറയുന്നതായിരുന്നു. ശിശു ഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, പുനർവിവാഹത്തിൽ വിധവാ പുനർവിവാഹം നടപ്പാക്കാനായിട്ടുള്ള ആക്ടുകൾ വന്നു, അടിമത്തം നിരോധിച്ചു, ശൈശവവിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. പിന്നെ നമ്മൾ പത്രങ്ങളിലേക്കാണ് കിടക്കുന്നത്. അന്നത്തെ കാലത്ത് പത്രങ്ങൾ വഴിയാണ് ലോകത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തത്? ജനങ്ങളെല്ലാം അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ഓരോ പത്രം വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറക്കുന്നുണ്ട്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യറിൻ്റെതാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും, ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ, അതുപോലെ കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കേസരി എന്ന് പറയുന്ന മറാത്തി ഭാഷയിലുള്ള പത്രവും മറാത്ത എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രവുമാണ്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 2 ഭാഷയിലും ഉണ്ട്, മറാത്തി ഇംഗ്ലീഷ് ഉണ്ട്. അത് ദാദാഭായ് നവറോജിയാണ്. ബംഗാളി ഭാഷയിലുള്ള ഷോം പ്രകാശ് എന്ന് പറയുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രമാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബെസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം എന്ന് പറയുന്ന ഉറുദു ഭാഷയിലുള്ള പത്രമാണ്. ലാലാ ലജ്പത് റായ്, നേഷൻ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതിൻ്റെ ലാംഗ്വേജ് ഏതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്. പിന്നെ പേർഷ്യൻ ഭാഷയിലുള്ള മിറാത്ത് ഉൽ അക്ബർ എന്ന് പറഞ്ഞൊരെണ്ണം പുള്ളി ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്
പിന്നെ വന്നത് ഈ പത്രങ്ങളെ കൊണ്ട് പത്രങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു, ഒരു നിയമം കൊണ്ടുവരുന്നു. പ്രാദേശിക ഭാഷ പത്രനിയമം 1878 കൊണ്ടുവരുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്യുവാണ്, പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങളെ എന്ത് ചെയ്യുന്നു, കർശനമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യുന്നു, പ്രതിഷേധം വരുന്നു. പിന്നീട് ഈ നിയമം എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. അങ്ങനെ ഈ പത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബെറ്റർമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു, വിദ്യാലയങ്ങൾ, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ ആരംഭിക്കുന്നു. 1884 ജി ആഗർകർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നൊരു സൊസൈറ്റി സ്ഥാപിക്കുന്നു. അതിൻ്റെ ബേസിസിൽ ഫർഗൂസൺ കോളേജും പൂനെയിൽ ആരംഭിക്കുന്നുണ്ട്. 1884 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. 1914 DK കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. 1916 അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പിന്നീട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വിശ്വഭാരതി സർവകലാശാല ബംഗാളിലാണ്. അത് എന്താണ്, അതിനകത്ത് പാശ്ചാത്യപരവും അതുപോലെ പൗരസ്ത്യപരമായിട്ടുള്ള സംസ്കാരങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ളൊരു വിദ്യാഭ്യാസമാണ് പുള്ളി ലക്ഷ്യമിട്ടത്. പിന്നെ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. മതേതര വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാടിലാണ്. പിന്നെ നമ്മുടെ പലതരത്തിലുള്ള കലകളും എന്ത് ചെയ്തു പോയി, ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ സംസ്കാരവും അവരുടെ കലകളും കടന്നു വന്നതോടുകൂടി നമ്മുടെ കലകൾ ഇല്ലായ്മ അല്ലെങ്കിൽ മൺമറഞ്ഞു പോകുന്നു എന്ന സ്ഥിതി വന്ന ആ സമയത്ത് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പുള്ളി സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം തൃശ്ശൂർ. ഓക്കെ. 1937 മഹാത്മാഗാന്ധി ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. അതാണ് വാർധാ പദ്ധതി എന്നൊക്കെ വേണേൽ വായിക്കാം. വാർധാ പദ്ധതി എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. 1937 വാർധാ സമ്മേളനത്തിൽ, കോൺഗ്രസിൻ്റെ വാർധാ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പദ്ധതിയെ പറ്റി പറയുന്നത്. ഈ പദ്ധതിയെ പറ്റി എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുക അല്ലെങ്കിൽ ആ പദ്ധതിയെ പറ്റി പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ ആയിരുന്നു. ഓക്കെ. സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതിയെ പറ്റി പഠിക്കാനായിട്ട് പദ്ധതിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കുമല്ലോ, അതിൻ്റെ അധ്യക്ഷൻ ഈ പുള്ളിയായിരുന്നു. ആ ഒരു ഡോക്ടർ സാക്കിർ ഹുസൈൻ ആയിരുന്നു. ഇത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതുപോലെ സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നും അത് ആ വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നും ഈ നയി താലീം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കത്തെ വർദ്ധ പദ്ധതി അതുകൊണ്ട് മീൻ ചെയ്തതെന്നും ആരാണ് മുന്നോട്ട് വെച്ചത്, മഹാത്മാഗാന്ധിയാണ്. 1937 അത് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞ് എൻഡ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.